നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനം ഡിബേറ്റ് ആരംഭിക്കാൻ അല്പം താമസിച്ചതിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. പറവൂർ ചേന്നമംഗലത്ത് ഇന്നലെ ഒരു യുവാവ് അയൽവാസികളായ 3 പേരെ വീട്ടിൽ അതിക്രമിച്ച് കയറി 2 കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തലക്കടിച്ചു കൊന്നു. 2022 മുതൽ പോലീസിൻ്റെ റൗഡി ലിസ്റ്റിലുള്ള ഇയാൾക്കെതിരെ സമീപവാസികൾ നിരന്തരം പരാതി നൽകിയിട്ടും പോലീസ് ഗൗരവത്തോടെ അതെടുത്തില്ലെന്നാണ് ആക്ഷേപം. പരാതിപ്പെട്ടവരെ അയാൾ മനോരോഗിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നത്രേ. ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ചയാളും മനോരോഗിയാണെന്നാണ് പോലീസ് ഭാഷ്യം. എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്താലും കുറ്റവാളിയെ മനോരോഗി എന്ന ഗണത്തിൽപ്പെടുത്തി കുറ്റകൃത്യത്തെ വെള്ളപൂശുന്നത് ആശാസ്യമാണോ? ഇത് തെറ്റായൊരു കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ? ജന ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. സമനില തെറ്റുന്നുവോ കേരളത്തിന്? മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, റിട്ടയർഡ് SP N സുഭാഷ് ബാബു, ഇടത് സഹയാത്രികനും മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. ഡോക്ടർ ജയരാജ്, കേരളത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമുണ്ടായ 2 സംഭവങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. ചേന്നമംഗലത്ത് അതിക്രൂരമായാണ് ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളെ തലക്കടിച്ചു കൊന്നത്. 4-മത്തെയാൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. ചികിത്സയിൽ കഴിയുന്ന ജിതിൻ്റെ 2 പെൺമക്കളുടെ മുന്നിലിട്ടായിരുന്നു കൂട്ടക്കൊല എന്നത് ഇതിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. അയൽക്കാരനായ കൊലപാതകി കൃത്യം നിർവഹിച്ച ശേഷം നാട്ടുകാരോട് കൂസലില്ലാതെ പറഞ്ഞത് ഞാൻ 4 പേരെ തട്ടി എന്നാണ്. ഇയാളൊരു സ്ഥിരം ശല്യക്കാരനായിരുന്നു. ഇയാൾ കാരണം സമീപവാസികളെല്ലാം വീടുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശല്യം സഹിക്കവയ്യാതെ പരാതികൾ കൊടുത്തപ്പോഴൊക്കെ പോലീസ് അയാളൊരു മനോരോഗിയാണെന്ന് പറഞ്ഞ് പരാതിക്കാരെ ഒഴിവാക്കുകയായിരുന്നു. ഇവനെതിരെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നെങ്കിൽ 3 ജീവനുകൾ രക്ഷിക്കാമായിരുന്നു. പോലീസിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് പ്രതിക്ക് ആനുകൂല്യം നൽകിയത്. മറ്റൊരു സംഭവം, ഗുരുവായൂരിലെ ഹോട്ടൽ മുതലാളി കാണിച്ച വൃത്തികേട്. അത് ഞാനിവിടെ പറയുന്നില്ല. പാവനമായ തുളസിത്തറയെ അവഹേളിച്ച വ്യക്തിയും മനോരോഗി ആണെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. 25 വർഷമായി അയാൾ മനോരോഗ ചികിത്സയിലാണെന്നാണ് പോലീസിൻ്റെ സാക്ഷ്യപത്രത്തിൽ പറയുന്നത്. മനോരോഗികൾക്ക് നിയമത്തിൻ്റെ പ്രത്യേക പരിഗണന ലഭിക്കും. ആ ക്ലോസ് വെച്ച് ഇവരെയൊക്കെ വെള്ള പൂശാനല്ലേ പോലീസ് ശ്രമിക്കുന്നത്? ഡോക്ടർ ജയരാജ്. സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അദ്ദേഹം ഈ തല്ലിക്കൊന്ന ആളുണ്ടല്ലോ, അയാൾ 2 വർഷമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. അതിനു മുമ്പ് ഒരു വാക്കാൽ പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളൂ, അല്ല റിട്ടേൺ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതിൻ്റെ യഥാർത്ഥം ഞാൻ പോലീസിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി. നേരത്തെ തന്നെ ഇയാളെ തിരിച്ചറിഞ്ഞ് ജയിലറയ്ക്കുള്ളിൽ അടച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കാപ്പ ചുമത്തണമെങ്കിൽ അതിനനുസരിച്ച് അത്രയും കേസുകളൊക്കെ കാണും. അത് നടക്കില്ല. അല്ലെങ്കിൽ ഇയാളെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പിന്നെ പോലീസുകാർ തന്നെ ഇപ്പോൾ പറയുന്നത് അയാൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ എന്നുള്ളൊരിതാണ്. എന്തായാലും വളരെയധികം വയലൻസ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2014 കണക്കാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് പറയുന്നത് ഏതാണ്ട് 12.6% ആളുകൾക്ക് മനോരോഗം ഉണ്ടെന്നാണ് കേരളത്തിൽ. അത് പലതരത്തിലുള്ള മനോരോഗങ്ങൾ, കൂടിയ മനോരോഗം, കുറഞ്ഞ മനോരോഗം എന്നൊക്കെയുള്ള കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സ് തൊട്ട് സീവിയർ മെൻ്റൽ ഡിസോർഡേഴ്സ് വരെയുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ 15% ആളുകൾ മാത്രമേ ചികിത്സ നേടുന്നുള്ളൂ. എന്നാൽ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. ചികിത്സാ സൗകര്യങ്ങൾ പിന്നെ ഇതിനകത്തൊരു സ്റ്റിഗ്മ ഉണ്ട്. മനോരോഗ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ
അവരെ മനോരോഗിയായി ജീവിതകാലം മുദ്ര കുത്തുമോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ട് ഈ സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടി പല ആളുകളും മിക്കവാറും ഇത് പോവാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ നിരക്ക് 2017 തൊട്ട് 21 വരെയുള്ള കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആത്മഹത്യാ നിരക്ക് വളരെ 20% ആത്മഹത്യാ നിരക്ക് കൂടിയത്. അതും ചെറുപ്പക്കാരുടെ ഇടയിൽ ആത്മഹത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. ആ കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അഭൂതപൂർവമായ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനോരോഗത്തിൻ്റെ ഇതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് 2 രീതിയിലാണ്. ഇതിനകത്ത് കാരണങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതിന് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുന്നത് ഒരു മെഡിക്കൽ മോഡലാണ്. കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കോസിന് കോസ് എന്ന് പറഞ്ഞിട്ട് എൻഡ്ലെസ് കോസസ് ഉണ്ടാവും. അതിന് പറയുന്നത് എറ്റിയോളജി എന്നാണ് പറയുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിംറ്റമെറ്റോളജി എന്നാണ്. ഈ സിംറ്റത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ ചികിത്സിക്കുന്നത്. അത് രണ്ടാമത്തെ ഒരു ഘട്ടം ചികിത്സയ്ക്ക് വരികയാണെങ്കിൽ. പിന്നെ പലപ്പോഴും ഈ രോഗം മൂർച്ഛിച്ച് അങ്ങേയറ്റം സമൂഹത്തിനും ജോലിക്ക് പോകാൻ പറ്റാതെയും സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുകയും വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കുകയും നാട്ടുകാർക്ക് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ആളുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർമാരെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടേഷന് പോകുന്നത്. പലപ്പോഴും ഞാൻ കൊല്ലത്ത് എനിക്ക് 2014 മുമ്പ് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപന ക്ലിനിക്കാണ്. അവിടെ മിക്കവാറും വരുന്ന ആളുകൾ എപ്പോഴും അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നത് ഒരു 7 മണിക്ക് ശേഷമാണ്, വൈകുന്നേരം 7 മണിക്ക് ശേഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കൊല്ലത്തുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വരികയും ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോൾ എന്നെ കാണുന്ന ആളുകൾ മിക്കവാറും കൊല്ലത്തു നിന്നുള്ള ക്ലയൻസാണ് കൂടുതൽ. ഞാൻ കൊല്ലത്തു നിന്നുള്ളതാണെന്ന് അറിയാത്ത ആളുകളാണ് മിക്കവാറും കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് വന്ന് കാണുകയും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തായിരുന്നപ്പോൾ കൊല്ലത്ത് വന്ന് കാണുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 7 മണിക്കൊക്കെ പണ്ട് നമ്മൾ തമാശക്കൊക്കെ പറയാമല്ലോ, കള്ള് ഷാപ്പിൽ കയറുന്നതൊക്കെ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. കാര്യം ഈ സ്റ്റിഗ്മയാണ് സമൂഹം ആളുകളെ വിവക്ഷിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും ഈ മനോരോഗി എന്നുള്ള സർട്ടിഫിക്കറ്റ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മനോരോഗ ചികിത്സയിലാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് കുറവൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് വേണ്ടത്ര എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം പോക്സോ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മിക്കവാറും എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് സർവീസസ് അവൈലബിൾ ആണ്. അവർ കണ്ടെത്തുന്നുണ്ട്. ടീച്ചർമാർ കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് അവർ ഹഷപ്പ് ചെയ്യാതെ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ പേരിൽ കേസെടുക്കും, ഹെഡ് മാസ്റ്ററിൻ്റെ പേരിൽ കേസെടുക്കും, അധ്യാപകരുടെ പേരിൽ കേസെടുക്കും. അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല വൺസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ മുന്നിലേക്ക് വരുന്നതും കൂടുതൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് കേരളത്തിലെ ഒരു കാരണം എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കാരണങ്ങളെ നമ്മൾ തേടി പോവുകയാണെങ്കിൽ വയലൻസ് പലതരത്തിലുള്ള ചാനലുകൾ നമുക്കിപ്പം നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ ഉണ്ട്. ഇതിനകത്തൂടെയൊക്കെ ഒരുപാട് അൺസെൻസേർഡ് ആയിട്ടുള്ള സിനിമകൾ കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികളുടെ ഹീറോസ് എന്നൊക്കെ പറയുന്നത് സീരിയൽ കില്ലേഴ്സാണ്. അവർ കൂടുതൽ സീരിയൽ കില്ലർ സിനിമ, 5-ാം പാതിര എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള സിനിമ മാത്രമേ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൂ. എന്നാലും എത്രയധികം ഇംഗ്ലീഷ് സിനിമകളാണ് കുട്ടികളിരുന്ന് കാണുന്നത്. അപ്പം ഈ മീഡിയ എങ്ങനെയാണ് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1976 മുമ്പേ തന്നെ അത്തരം ആധികാരികമായ പഠനങ്ങൾ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നടത്തിയിട്ട് അത് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സ്ലാഷർ മൂവി എന്ന് പറഞ്ഞ ജോണറിൽ വരുന്ന സിനിമ വരെ യുവാക്കൾ കൊണ്ടാടപ്പെടുന്ന രീതിയിൽ ആ സിനിമയൊക്കെ വളരെയധികം പ്രകീർത്തിക്കുന്നു കുട്ടികൾ കണ്ടിട്ട് വന്നിട്ട്. ഞാൻ കുട്ടികളുമായിട്ട് സ്ഥിരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. അപ്പോൾ വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം അവർ സെൻസിറ്റൈസ്ഡ് ആയി കഴിഞ്ഞു. വയലൻസ് കണ്ട് റിയൽ ലൈഫിൽ വയലൻസും രക്തച്ചൊരിച്ചിലും കണ്ടു കഴിഞ്ഞാൽ അവർ സെൻസിറ്റൈസ്ഡ് ആയി കഴിഞ്ഞു. അതിന് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു മോറൽ സയൻസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ മോറൽ സയൻസ് ക്ലാസ്സസ് ഒന്നുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് പകർന്നു നൽകാറില്ല. പിന്നെ ഈ പുറത്തു പോയി കളിക്കുന്നത് കുറവാണല്ലോ കുട്ടികൾ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതലും കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുകയും ആ കമ്പ്യൂട്ടറിനകത്ത് എന്താണ് നമുക്കിപ്പോൾ ഹെലികോപ്റ്റർ പാരന്റിങ് ചെയ്യാമെന്ന് വെച്ചാൽ പോലും എത്ര ശതമാനം ഇവർ ഏതൊക്കെ സൈറ്റിൽ പോകുന്ന എന്തെല്ലാമാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്നും നോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പ്രോക്സി ഇതുണ്ടാക്കിയിട്ട് പല സൈറ്റുകളിൽ കയറുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഈ ആഗോളപരമായിട്ടുള്ള ഇതിനൊരു എക്സ്പോഷറുണ്ട്. കേരളത്തിലെ മാത്രം കാര്യമായിട്ട് നമ്മളിതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. കേരളം ഒരു ഹൈലി അർബനൈസ്ഡ് സൊസൈറ്റി ആയതുകൊണ്ടും ഫാസ്റ്റ് ഡെവലപ്പിംഗ് സൊസൈറ്റി ആയതുകൊണ്ട് എവിടെ പോയാലും ഒരു ടൗൺഷിപ്പ് പോലെ തോന്നുന്നത് കൊണ്ടും ഒരു ബ്ലാക്ക് അമേരിക്കൻ്റെ അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കേരളത്തിലുള്ള ആളുകൾക്ക് ഉള്ളത് കൊണ്ടും അവിടെ ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള കുട്ടികളിലും കണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയുന്നതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. നെഗറ്റീവ് സൈഡ് കൂടുതലും
അബ്സോർബ് ചെയ്യുന്ന ഒരു രീതി നമ്മളിവിടെ കാണുന്നുണ്ട് കേരളത്തിൽ ധാരാളമായിട്ട്. അതുപോലെ തന്നെ മനോരോഗങ്ങളുടെ ചികിത്സയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് മലയാളികളാണ്. അത് മുമ്പൊക്കെ നമുക്ക് ഗൾഫ് വിഡോവേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമുക്ക് പറയാമായിരുന്നു. ഇപ്പോൾ അധികം വിഡോവേഴ്സ് ഒന്നും ഇല്ല. പെണ്ണുങ്ങളില്ലാത്ത ആണുങ്ങളും ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. മിക്കവാറും എല്ലാവരും അവരുടെ പാർട്ട്നേഴ്സിനെ കൂടെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ലേബേഴ്സ് അധികം അങ്ങനെ ലേബർ വർക്കിന് വേണ്ടി മീനിയൽ ജോബിന് വേണ്ടി ആരും ഇപ്പോൾ അങ്ങനെ പോകാറില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും പോകുന്നത്. എന്നാലും തൊഴിലില്ലായ്മയുടെ രൂക്ഷതയൊക്കെ കൊണ്ട് കൂലിപ്പട്ടാളത്തിലൊക്കെ ആളുകൾ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം. ഒരുപക്ഷെ ഡോക്ടറെ ഞാൻ വരാം, വിഷയത്തിലേക്ക് വരാം. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇപ്പോൾ ഡോക്ടർ ജയരാജ് തന്നെ പറഞ്ഞു, അതായത് ഈ മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി ഇമാതിരി തോന്നിയാസങ്ങൾ കാണിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്ന്, അല്ലേ? ഇപ്പോൾ ഗുരുവായൂരിൽ സംഭവിച്ചതും ഇന്നലെ ചേന്നമംഗലത്ത് സംഭവിച്ചതും ആ ഒരു ഗണത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് മനോരോഗം ഇല്ല എന്ന്. അതായത് ചേന്നമംഗലത്ത് കൂട്ടക്കൊല നടത്തിയവന് മനോരോഗം ഇല്ല എന്ന് പറയുന്നു. മാത്രമല്ല അവൻ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് ഗുരുവായൂരിൽ പോലീസ് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് അയാൾ 25 വർഷമായിട്ട് മനോരോഗത്തിന് ചികിത്സ തേടുന്ന ആളാണ് എന്ന്. ഈ മനോരോഗി എന്ന പ്രയോഗത്തിലൂടെ ഈ ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ ആ കുറ്റത്തിൻ്റെ ആ ഒരു ഗൗരവം കുറയ്ക്കുകയല്ലേ? അതും പ്രത്യേകിച്ച് നിയമപാലകർ തന്നെ അങ്ങനെ ഒരു വിവക്ഷ നൽകുകയാണെങ്കിൽ അത് പൊതുസമൂഹം എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? നോക്കൂ, നമ്മുടെ കേരള സമൂഹം വളരെയധികം സുഖസൗകര്യങ്ങളും ഉപഭോഗ സംസ്കാരവും ഉൾക്കൊണ്ട സമൂഹമാണ്. മറ്റൊരിടത്തും ഈ ഭാരതത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അത്രയ്ക്കും ഉപഭോഗ സംസ്കാരം ഉൾക്കൊണ്ട ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് എല്ലാം വിരലിനൊടിയിൽ ലഭിക്കുന്നു. വീട്ടിൽ ആഹാരം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. അവനവൻ എപ്പോൾ വിശക്കുന്നു അപ്പോൾ ഒരു ജസ്റ്റ് എ കോൾ അവേ ഈ ആഹാരം കിട്ടുന്നു. അമ്മ എന്ന വ്യക്തി പ്രായണ അപ്രസക്തമാവുന്നു. അച്ഛൻ എന്ന വ്യക്തി പ്രായണ അപ്രസക്തനാവുന്നു. കുടുംബ വ്യവസ്ഥ പ്രായണ അപ്രസക്തമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എത്ര നിഷേധിച്ചാൽ അതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ കുടുംബത്തിലുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല. കുടുംബത്തിലുള്ളവർ പോലും തന്നെയും ഈ ഫോണിന്റെയും മറ്റു കാര്യത്തിന്റെയും ഒക്കെ അഡിക്റ്റ് ആണ്. അപ്പോൾ ആർക്കും ഒരു മോറൽ മാതൃക സൃഷ്ടിക്കപ്പെടാത്ത ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മാത്രവുമല്ല, ഇന്റർനെറ്റിലുള്ള ഈ റെഡിറ്റ്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഗെയിം സൈറ്റുകൾ, ഈ പല പല ഗെയിം സൈറ്റുകൾ, എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളുണ്ട്. രാത്രി മുഴുവൻ ഗെയിം കളിച്ച് രാവിലെ 6 മണിക്കോ 7 മണിക്കോ ഒക്കെ കിടന്നുറങ്ങി ഉച്ചയ്ക്ക് 2 മണിക്കോ 3 മണിക്കോ മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം. അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ തരത്തിലുള്ള സൈക്കിക് ഡിസോർഡേഴ്സ് ഉള്ളവർ തന്നെയാണ്. അല്ലാതെ ഇതിപ്പോ എത്ര നിഷേധിച്ചാലും അത് കാര്യമില്ല. അപ്പൊ നേരത്തെ ജയരാജ് സാർ പറഞ്ഞ പോലെ ഈ ആദ്യം ഒരു ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുന്നതിന് പലർക്കും വിമുഖതയാണ്. അവർ ചിന്തിക്കുന്നത് ഭ്രാന്ത് ആണെന്നാണ്. അപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ നാണക്കേട് വരണ്ടെന്ന് നോക്കി. ഇത് ഏത് രോഗം പോലെയും നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചില വിള്ളലുകളോ അല്ലെങ്കിൽ അപഭ്രംശമോ ഒക്കെ ചികിത്സിച്ച് അല്ലെങ്കിൽ വാക്കാലെങ്കിലും മാറ്റേണ്ടതാണെന്ന് ചിന്ത അവർക്കില്ല. മാത്രമല്ല, ഈ രഹസ്യ കൂട്ടുകൾ, അതായത് പുറമേ ഉള്ളൊരു കളിസ്ഥലത്ത് വെച്ച് കാണുന്ന കൂട്ടുപോലെയല്ല, രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള എക്സ്പോഷർ മുഖം കാണിക്കാതെ തന്നെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്തും ചർച്ച ചെയ്യാൻ, എന്തും വൃത്തികേടും, കാനിബാളിസം വരെ, അത് ഞെട്ടേണ്ട കാര്യമില്ല, മനുഷ്യനെ തിന്നുന്ന കാര്യം വരെ റെഡിറ്റിലും അതുപോലെ ഈ ഗെയിം സൈറ്റുകളിലുള്ള സപ്പോർട്ടീവ് ചാറ്റ് ഗ്രൂപ്പുകളിൽ ഡിസ്കോഡ് പോലുള്ള സാധനം ഒരു നിയന്ത്രണവും ഈ രാജ്യം കൊടുത്തിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് ഡിസ്കോഡിനോ ഗെയിമുകൾക്കോ യാതൊരു നിയന്ത്രണവും കൊടുത്തിട്ടില്ല. ഇപ്പൊ മിക്ക കുട്ടികളും കോളേജ് അധ്യാപകർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിയിട്ടുള്ളവരാണ് വരുന്നത്. ആരും അറ്റൻഡൻസ് ഇല്ല, വളരെ പിന്നിലാണ് എല്ലാവരും. പണ്ട് നമ്മളൊക്കെ പേടിച്ച പോലെ എക്സാം എഴുതിക്കാവുന്ന ആ പേടിയൊന്നും ഇല്ല ഇപ്പൊ. അപ്പൊ രാവിലെ കിടന്നുറങ്ങുന്ന ഒരു വലിയ സമൂഹം, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ തലമുക്കിയാൽ മതി, ചെലവൻ ആരെങ്കിലും തന്നോളും എന്നുള്ള ചിന്ത. കോട്ടയത്ത് ഒരു പയ്യൻ ഗെയിം കളിക്കാൻ പൈസ കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത വാർത്ത ഓർമ്മയുണ്ടോ? 2000 രൂപയുടെ ഗെയിമിന് വേണ്ടി വൈഫൈ ചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഗെയിമിന്റെ സ്കിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തില്ല അമ്മ. അതുകൊണ്ട് 19 വയസ്സുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇങ്ങനെ വളരെ ദുർബലമായ ഫീബിൾ മൈൻഡ്സിനെ സൃഷ്ടിക്കും. ഈ ക്രൈം ചെയ്യുന്നവര് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സ്ട്രോങ് മൈൻഡഡ് ആയിട്ട് ആൾക്കാരല്ല. ഓൺലി വെരി ഫീബിൾ മൈൻഡഡ് പീപ്പിൾ കൻ ഡു ദാറ്റ്. ഫീബിൾ ആയിട്ടുള്ള മനുഷ്യരാണിത്. സ്വയം തകർന്നവർ, ഈ സൊസൈറ്റിയുടെ അനാവശ്യമായ വെറുപ്പ് സൂക്ഷിക്കുന്നവരാണ്. കുടുംബ വ്യവസ്ഥയ്ക്കെതിരെ,
കുടുംബങ്ങൾക്കെതിരെ. ഇപ്പൊ ഈ അരാജകവാദത്തിന്റെ പൂർവ്വരൂപം മുമ്പും കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ കഞ്ചാവ് അടിച്ച് നടന്നാൽ എന്താ കുഴപ്പം, കഞ്ചാവ് അടിച്ച് നടക്കുന്നവരെ ആരാധിക്കുക, ഇതൊക്കെയാണ് വിത്ത് പാകിയത്. അത് പറയാതെ പോയിക്കൂടെ നമുക്ക്. കേരള സമൂഹം ഇങ്ങനെ റിബലിയൻ ഉള്ള സമൂഹമായി തീർന്നത് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, ഗുരു വേണ്ട, ഇതൊന്നും വന്ദിക്കപ്പെടേണ്ടവയല്ല, ഇതൊക്കെ നിന്ദിച്ചാൽ അത്രയും നല്ലത്, മൂല്യങ്ങൾക്കൊന്നും യാതൊരു വ്യവസ്ഥയുമില്ല എന്ന രീതിയിൽ മൃഗതുല്യം ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഇസങ്ങൾ, അവയും ഇതിൽ വലിയ കുറ്റവാളികളാണ്. കോളേജുകളൊക്കെ ഈ കഞ്ചാവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ നിഷേധാത്മക കുടുംബ വ്യവസ്ഥയോടും സംസ്കാരത്തോടുമുള്ള നിഷേധാത്മക സമീപനം കൊണ്ടാണ്. ഒന്ന്, ഇപ്പൊ അങ്ങ് പറഞ്ഞ വിഷയം, ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളി കാണുകയാണ്. അപ്പൊ മുസ്ലിം പള്ളി കാണുമ്പോൾ അതുവരെ ഇല്ലാത്ത രീതിയിൽ ഞാനൊരു ഗുഹ്യരോഗം പിഴുതിട്ട് ആ പള്ളിയുടെ മുറ്റത്തിട്ടാൽ, അത് ക്യാമറയിൽ പതിഞ്ഞാൽ ഈ കേരളം എങ്ങനെയാണ് വിവക്ഷിക്കുക? ഞാനിപ്പോ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ, ശരിയല്ലേ? അതായത് ഒരു ഇസ്ലാമിക സിസ്റ്റത്തിലാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്കെതിരെയാണ് ആക്രമിച്ചത്. തീർച്ചയായിട്ടും അവിടെ മനോരോഗമൊന്നും ഉണ്ടാവില്ല. പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുകയും ഇടിച്ച് പഞ്ഞിക്കിടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ നടന്ന ഗുരുവായൂർ അങ്ങ് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഇവിടെ ഗുരുവായൂർ നടന്ന എന്താണ്? ഈ വൃത്തികെട്ടവൻ, ഈ നരാധമൻ, ഈ മതഭീകരവാദി, അവൻ ചെയ്തത് എന്താണ്? അത്രയും ചെടികൾ അവിടെ ഉണ്ട്. തുളസിത്തറ കണ്ടപ്പോ ഉടനെ അവൻ ആലോചിച്ച് നോക്കണം, ഈ പരിഷ്കൃതരാണ്, ചെറുപ്പത്തിലെ 4 വയസ്സ് മുതൽ മതബോധനം കിട്ടിയവരാണ്, ഹിന്ദുക്കളെ പോലെയല്ല, 4 വയസ്സിലെ മതബോധനം കിട്ടിയവരാണ്, അവരുടെ മൊറാലിറ്റിയാണ് കാണിക്കുന്നത്. ഗുഹ്യരോമം പിഴുതിട്ട് ഈ തുളസിത്തറയിൽ ഇട്ടുവെങ്കിൽ ഇറ്റ് ഇസ് എൻ ആക്ട് ഓഫ് ടെററിസം. എന്താ വെച്ചാൽ ഈ സമൂഹത്തിൽ ഒരു ദോഷവും ചെയ്യാതെ തുളസി ചെടിക്ക് ആയുർവേദ പ്രകാരം പല ഔഷധ ഗുണങ്ങളും ഉള്ള ചെടിയാണ്, നമ്മൾ വന്ദിക്കുന്ന ചെടിയാണ്, മഹാവിഷ്ണു ശിരസിൽ ചൂടുന്ന വൃന്ദയാണ് എന്ന ബോധം നമുക്കുണ്ട്. അതിനെ അപമാനിക്കാൻ തന്നെയല്ലേ അയാൾ ചെയ്തത്. ഉടനെ അയാൾക്ക് വേണ്ടി കവർ ഫയർ നടത്തുന്നത് മതഭീകരവാദികളല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ പോലീസാണെന്ന് പറയുന്നത് ഇതിന്റെ അപകട നില എത്ര വലുതാണെന്ന് ചിന്തിപ്പിക്കുന്നതാണ്. കേരള പോലീസിന്റെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പേജിൽ വന്നിരിക്കുകയാണ്, ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഉടനെ കർശന നടപടി ഉണ്ടാവും, ഇയാൾ 25 വർഷമായി മനോരോഗിയാണെന്നാണ് പറയുന്നത്. ഈ പോലീസാണോ ഈ മനോരോഗ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ അതേ കുറിപ്പിൽ പറയുന്നുണ്ട്, രോമം പറിച്ച സമയത്ത് അവൻ മനോരോഗത്തിന് അടിമയായിരുന്നു എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണെന്ന്. അതെങ്ങനെ രോമം പറിക്കുമ്പോൾ മനോരോഗം ഉണ്ടോ? പോലീസിന് അതിനൊരു യന്ത്രമുണ്ടോ? രോമം പറിക്കുന്ന ആൾക്ക് അപ്പൊ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണോ പറിക്കുന്നത് അറിയാമല്ലോ, യന്ത്രം പോലീസിന്റെ കയ്യിലുണ്ടോ? അപ്പൊ അത്ര അധികം ഇവിടെ മതഭീകരവാദികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണം നടക്കുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഈ സമാധി, ഗോപൻ സ്വാമിയുടെ സമാധിക്ക് കണ്ട ആവേശം ഒന്നും പത്രക്കാർക്കും മീഡിയക്കാർക്കും ഇല്ല. കാരണം അവിടെ പ്രതി ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണ്, അതുകൊണ്ടാണ്. അപ്പൊ അവഹേളിക്കാൻ പ്രയാസമുണ്ട്. ഈ തെമ്മാടിത്തരം കാണിച്ചവൻ ഗുരുവായൂർ 25 വർഷമായി ഹോട്ടൽ നടത്തുകയാണ്, ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പൊ FSSAI വേണമല്ലോ, അവന് ഫുഡ് സേഫ്റ്റിയുടെ പിന്നെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ, കോർപ്പറേഷന്റെ സർട്ടിഫിക്കേഷൻ, മുനിസിപ്പാലിറ്റിയുടെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് തരപ്പെടുത്തി? മനോരോഗിയായിട്ട് 25 കൊല്ലം അവൻ ജീവിച്ചു എന്ന് അറിയാവുന്ന പോലീസ് ഇതിനൊക്കെയല്ലേ ഉത്തരം പറയേണ്ടത്? എത്ര ഗുരുവായൂരപ്പൻ ഭക്തന്മാർ തുളസിയുടെ ഇത്രയും വെറുപ്പുള്ള ഒരു മനുഷ്യന്റെ കടയിൽ നിന്ന് എന്തൊക്കെ കഴിച്ചിരിക്കാം? അപ്പൊ ഇതൊന്നും പോലീസിന് വിഷയമല്ലേ? 25 വർഷമായി കടുത്ത മനോരോഗിയായ ഒരാൾ എങ്ങനെ കേരളത്തിൽ നിർബാധം ഒരു പൊതുസ്ഥാപനം നടത്തുന്നു? ഇതര മതസ്ഥർ കൂടെ വരുന്ന ഒരു പൊതുസ്ഥാപനം ഇവൻ അപ്പി കലക്കി കൊടുത്തു കാണില്ലേ? അപ്പൊ പോലീസ് ഇത്രയും ഝടിതിയിൽ പെട്ടെന്ന് ഈ ക്രിമിനലിന്, ഈ ടെററിസ്റ്റിന്, ഈ ഇസ്ലാമിക് ടെററിസ്റ്റിന് ഇത്രയും കവർ ഫയർ ചെയ്ത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പോലീസിന്റെ ആദ്യത്തെ പോസ്റ്റ് തേഞ്ഞൊട്ടി ജനങ്ങൾ പ്രതികരിച്ചപ്പോ രണ്ടാമതും പോസ്റ്റ് ഇട്ടു. എന്താ പോസ്റ്റ് എന്നറിയോ? ആരെങ്കിലും ഈ പോലീസ് ഇട്ടുന്ന പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടാൽ അവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ആലോചിക്കണം. അപ്പൊ ഈ ഗുഹ്യരോഗം പിഴുതെറിഞ്ഞവനേക്കാൾ ക്രിമിനൽസ് ആണ് കമന്റ് ഇടുന്നവരെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അവന് കൊടുക്കുന്ന ആനുകൂല്യം മനോരോഗത്തിന് ആനുകൂല്യമാണ്. ഒരു സൈക്കയാട്രിസ്റ്റ് ആണോ കൊടുത്തത്? അല്ല, കൊടുത്തവരാണ് കേരള പോലീസ്. അതെങ്ങനെയാ സാധിക്കുക? ഇനി ഇവൻ സൈക്കിക് ഡിസോർഡർ ഉള്ള ആളാണെന്ന് വിചാരിക്കുക. ഇവൻ പിന്നെ ഇത്രയും കാലം എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സമ്പാദിച്ച്, ഇവന്റെ പേരിലാണ് കട, ആ കട ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇത്രയും കാലം നിർബാധം നടത്തിയത്? അവിടെ ഇതര മതസ്ഥർ വന്ന് ആഹാരം കഴിക്കുന്നില്ലേ? ഇത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ്. കേരള പോലീസ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിംസൻ ഫാൻസിക്ക് വേണ്ടിയിട്ട് ഈ മതഭീകരവാദികളെ ചിറകേണ്ടി ഒളിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും. കേരളത്തെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വർഗീയ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ അവൻ ആ ഗുഹ്യരോഗം അവിടെ എറിഞ്ഞത്? അവൻ മനോരോഗിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല.
മനോരോഗം ഇവിടുത്തെ സിസ്റ്റത്തിനാണ്. ഇത്തരം മനോരോഗികളെ ഉണ്ടാക്കുന്നത്, അതായത് ഈ ടെററിസ്റ്റുകളെ മനോരോഗികൾ എന്ന് വാഴ്ത്തിപ്പാടുന്നത് ഇവർക്ക് കവർ ഫയർ കൊടുക്കലാണ്. ഇതിന്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് നിഷ്കളങ്കരായ സമൂഹമല്ലേ? അത് ചിന്തിക്കാനുള്ള ശേഷി ഈ പോലീസിനില്ലേ? ഒന്ന്. രണ്ടാമത് അങ്ങ് പറഞ്ഞ വിഷയം, ഈ ചേന്നമംഗലിൽ നടന്ന വിഷയം നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരാൾ കരയുന്നു, അതൊരു ടീനേജർ കാണുന്നു, അയാൾക്കൊന്നും തോന്നുന്നില്ല. ടീനേജർ അയാളുടെ ഗെയിമുകളിലെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അയാളുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അയാൾ തൽക്കാലത്തേക്ക് വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാമുകിയുടെ ഫോൺ കോളിലോ ചാറ്റിലോ ആണ്. അയാൾ മറ്റൊരു മർത്യന്റെ വേദന തിരിച്ചറിയാൻ മാത്രം സംവേദനശേഷിയുള്ള ആളായിട്ടല്ല ഈ സമൂഹത്തിൽ വളരുന്നത്. അത് സത്യമാണല്ലോ. അപ്പൊ ആ എനിക്ക് അടിച്ചാൽ വേദനിക്കും, ഞാൻ അടിച്ചാൽ അയാൾക്കും വേദനിക്കും. ആ വേദന എന്നുള്ളത് കോമൺ ആണെന്ന് ചിന്തിക്കാനുള്ള മനുഷ്യത്വരാഹിത്യമല്ലേ ഈ പ്രശ്നങ്ങളിലൊക്കെ കാണുന്നത്? അതെങ്ങനെ വന്നു? ഗണപതി വേണ്ട, ഗണപതിയെ തൊഴണ്ട, ഗുരുവിനെ തൊഴണ്ട, ഹരിശ്രീ എഴുതണ്ട, ഗുരുവിനെ പറ്റിയ ഗുരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ചെകിട്ട തടിക്കണം, അവർക്ക് കുഴിമാടം ഉണ്ടാക്കണം, ഉണ്ടാക്കിയ കുഴിമാടം ആർട്ട് വർക്കാണെന്ന് പറയുന്ന തീവ്രവാദികളും സംസ്കാര വിരുദ്ധരുമായ നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ഒരു മനുഷ്യനോട് രാഷ്ട്രീയ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ എന്റെ പാർട്ടിയിൽ നിന്ന് പോയി ഇനിയൊരു പാർട്ടി ചേർന്നു, ആ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എതിര് പറയും. ഉടനെ പറയാണ് ഇവൻ കുലംകുത്തിയാണ്, ഇവന്റെ ജീവൻ എടുത്തേ പറ്റൂ. അങ്ങനെ ടീമിനെ തയ്യാറാക്കിയിട്ട് അവന്റെ മുഖത്ത് മാത്രം 51 വെട്ടണമെങ്കിൽ ആ ക്രൗര്യം കണ്ടു നിൽക്കുന്ന, അതേപ്പറ്റി വായിക്കുന്ന ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ക്രൈം ഇവിടെ ജസ്റ്റിഫൈ ചെയ്യപ്പെടും എന്ന ചിന്തയിലല്ലേ വളരുക? അപ്പോ ഇവിടെ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ് ക്രൈം ഒരു സോഷ്യൽ നോമാണ് എന്ന് ചിന്തിപ്പിക്കാൻ, കഞ്ചാവ് അടിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ചുരുട്ട് വലിക്കുന്നതും ഒക്കെ ഒരു ഫാഷനാണ്, ഇത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ കോളേജുകളിൽ ഉറപ്പിക്കുന്ന പാർട്ടികളില്ലേ? തുളസിക്ക് അവരെതിരാണ്, നെറ്റിയിൽ കുറി തൊടുന്നതിനെതിരാണ്, കയ്യിൽ സഹോദരി സഹോദരന്മാർ ചരട് കിട്ടുന്നതിനെതിരാണ്, അമ്പലത്തിൽ പോകുന്നതിനെതിരാണ്. പക്ഷെ അവർ കഞ്ചാവ് വലിക്കുന്ന നേതാവിനെ ലോകൈക ആരാധ്യപുരുഷനായി വാഴിക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ റിവേർട്ടഡ് മൊറാലിറ്റി നമ്മുടെ നാട്ടിൽ ആദ്യം വിതച്ചത് ആരാണ്? ചെറുപ്പക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിതയ്ക്കുന്നതല്ലേ വളരുള്ളൂ. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുമോ? ഇല്ല. ഈ മത്തം കുത്തിയത് ആരാണ്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇപ്പൊ നമ്മുടെ ഒരു മന്ത്രിയായിരുന്ന ആള് പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരുത്തനെ അടിച്ചു കൊന്നു, രണ്ടാമതൊരുത്തനെ വെട്ടിക്കൊന്നു, മൂന്നാമതിനെ എറിഞ്ഞു കൊന്നു, 1 2 3 എന്ന് പറഞ്ഞില്ലേ? ഇത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ കേൾക്കുന്നില്ലെന്നാണോ വിചാരം? അല്ല, പുകവലിച്ച എന്താ കുഴപ്പം? കുട്ടികളെ പുകവലിച്ച എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ആളാണ് സാംസ്കാരിക മന്ത്രി. അല്ല, ഗണപതി ഹോമത്തിന്റെ പുക WTCയിൽ ഇടിച്ചു കയറ്റിയ വിമാനത്തിന്റെ പുകയേക്കാൾ അപകടമാണെന്ന് പറഞ്ഞുണ്ടാക്കുകയും കഞ്ചാവിന്റെ പുക ആസ്വാദ്യമാണെന്നും അത് വിപ്ലവ കവിത ഉണ്ടാക്കുമെന്നും പറയുന്ന തനി തലതിരിഞ്ഞ എന്താ വാക്ക് നമ്മൾ നാടൻ മലയാളത്തിൽ കഴിവേറി എന്ന് പറയും. എന്താണ് കഴിവേറി? ക്രൈം ചെയ്തിട്ട് പണ്ട് കഴിവേറ്റുകയാണ് ചെയ്യുക, അല്ലെ? തൂക്കിക്കൊല്ല. അങ്ങനെ കഴിവേറി പാർട്ടികളല്ലേ ഈ കഴിവേറികളെ സൃഷ്ടിക്കുന്നത്? കഴിവേറ്റപ്പെടുന്ന ഈ സംസ്കാരം, അതിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണ്? ഒരു വീട്ടിൽ അച്ഛൻ മകൻ സംസാരിക്കില്ല, അമ്മ മകൻ സംസാരിക്കില്ല. അവന്റെ ഗുഹയ്ക്കകത്ത് ഇരുന്നിട്ട് ഈ പറഞ്ഞ രഹസ്യ ആനന്ദങ്ങളിൽ സുഖിച്ച് ക്രിമിനൽസിനെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡിംഗ് നഴ്സറീസ് ആയിട്ട് കുടുംബങ്ങൾ മാറുകയല്ലേ? പിന്നെ കുട്ടിയോട് തിരുത്താൻ പാടില്ല, ചോദ്യം ചോദിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, ഉടനെ അത് ക്രൈമായിട്ട് കാണുകയാണ്. കുട്ടികളോടൊന്നും പറയാൻ പാടില്ല. ഇത് ചെയ്യുന്ന തെറ്റാണ്, എണീച്ച് പോയി പഠിക്കണം, ചണ്ടിക്ക് 2 കൊടുത്താൽ അത് ക്രൈമായി. പക്ഷെ അവൻ അവിടെ ഇരുന്നോണ്ട് ചെയ്യുന്ന എന്താ? അതാണ് പറഞ്ഞ് ഇങ്ങനെ കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ശിഥിലീകരണവും മൂല്യശോഷണവും 100% കഴിഞ്ഞു. ചേന്നമംഗലൂരിൽ ഒരു വ്യക്തി അടിച്ചു കൊല്ലുമ്പോൾ അവർ നിലവിളിച്ചിരിക്കില്ലേ? അടിക്കല്ലേ എന്ന് പറഞ്ഞു കാണില്ലേ? കരഞ്ഞിട്ടുണ്ടാവില്ലേ? കാല് പിടിച്ചിട്ടുണ്ടാവില്ലേ? എന്നിട്ട് നിർത്താതെ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ വേദനയെ തിരിച്ചറിയാത്ത വിധം വായനാശീലം പോലും ഇല്ലാത്ത ഒരു കാലം ആണിപ്പോ കടന്നു പോകുന്നത്. വായിക്കുന്നതൊക്കെ റെഡിറ്റിലും ഡിസ്കോഡിലും വരുന്ന മലത്തിന് സമാനമായ ദുഷ്കൃതങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ ഇനിയും ഇതിന്റെ 1000 ഇരട്ടി പ്രതീക്ഷിച്ചേ പറ്റും. ഓക്കെ, സുഭാഷ് ബാബു സാർ, ഞാൻ ഈ പറഞ്ഞ 2 കേസുകളിലും പോലീസ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം നോക്കൂ, ആദ്യത്തെ കേസ്, ഗുരുവായൂരിലെ കേസ്, ആദ്യം തന്നെ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അത് പിന്നെ നാട്ടുകാർ തന്നെ പറയുന്നു അയാൾക്ക് മനോരോഗമൊന്നും ഇല്ല എന്ന് പറയുന്നു നാട്ടുകാർ. ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ നാട്ടുകാർ തന്നെ പറയുന്നത്, അതായത് ചേന്ദമംഗലത്ത് അയാളൊരു സ്ഥിരം ശല്യക്കാരനായിരുന്നു,
ഇയാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. ഇയാൾ കാരണം ആ സമീപ പ്രദേശത്തെല്ലാം വീടുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്ത സമയത്തൊക്കെ അയാളെ ഒഴിവാക്കിയത് അയാൾ മനോരോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് നാട്ടുകാരാണ് പറയുന്നത്, നാട്ടുകാരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അത് പോലീസ് കുറേ കൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ 3 ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? ആ കൂട്ടക്കൊല ഒഴിവാക്കാമായിരുന്നില്ലേ സാർ? തീർച്ചയായിട്ടും അതിൽ 2 കേസുകളിലും പോലീസ് പറഞ്ഞിരുന്ന ഭാഷ്യങ്ങൾ നിയമപരമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. ഒന്നാമത് തന്നെ ആർക്കെങ്കിലും മനോരോഗമുണ്ട് എന്ന് തോന്നുക, അദ്ദേഹം ചികിത്സ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് IQ കുറവാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിന് ക്രിമിനൽ പ്രവർത്തികളിൽ നിന്ന് വിടുതൽ ചെയ്തു കൊടുക്കുന്നതിന് പോലീസിനോ മറ്റൊരു സംവിധാനങ്ങൾക്കോ അധികാരമില്ല. ഈവൻ കോടതിക്ക് പോലും അധികാരമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ, അതേ മാനസിക പ്രശ്നമുള്ള ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം തന്നെയാണ്. കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷിക്കണം, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കേസ് പിന്നെ വിചാരണ സമയത്ത് അതിനു മുമ്പ് അന്വേഷണ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കണം. അതിൻ്റെ രേഖയൊക്കെ കണ്ടെടുത്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ഇയാളെ ഡോക്ടറെ കൊണ്ട്, മാനസിക രോഗ വിദഗ്ധനെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങി അത് കോടതിയിൽ നേരിട്ട് കൊടുക്കുകയാണ്. കോടതി അയച്ചിട്ട് കോടതി തന്നെ നേരിട്ട് വാങ്ങിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആ സമയത്ത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം എന്താണ് അറിയാൻ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയാൽ, അതായത് മെഡിക്കൽ പരിശോധനയിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ കോടതിക്ക് പോലും അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് താഴെയുള്ള ഒരു സംവിധാനത്തിനും പോലീസിന് പ്രത്യേകിച്ച് യാതൊരു രീതിയിലും മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ ചെയ്യുന്ന ഒരു പരാതി അവഗണിക്കാനോ അല്ലെങ്കിൽ ഈ പരാതിക്കാരനെ നിരുത്സാഹപ്പെടുത്താനോ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് പോലീസിൻ്റെ കൃത്യനിർവഹണ വീഴ്ചയാണ്. അത് ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിയാണ് ആവശ്യം. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ചേന്ദമംഗലൂരിലുണ്ടായ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ച് അടുത്ത വീട്ടുകാരൊക്കെ, ഇപ്പം ഞാൻ മുമ്പ് ഒരു ചാനലിലും ഉച്ചയ്ക്ക് ന്യൂസ് ചാനലിലും ഒക്കെ ഞാൻ സംസാരിക്കുന്നവർ ആ പ്രദേശത്തുള്ള ആളുകൾ അതിനെ സംസാരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ഒരു ചാനലിൽ സംസാരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതിനകത്തിൽ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പല ആളുകളെ സംബന്ധിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നത് ആ ചുറ്റുമുള്ള ആൾക്കാർ ആരായാലും ശരി, ഇവിടെ ഒരു നിയമമുണ്ട്, മെൻ്റൽ ഹെൽത്ത്, പഴയ ലൂണസി ആക്ട്, അത് പരിഷ്കരിച്ചതിന് ശേഷം അതിന് മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 100ാമത്തെ വകുപ്പിൽ പറയുന്നത് ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി അയാൾക്കപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ, വീട്ടിലായാലും ശരി, സമൂഹത്തിലായാലും ചുറ്റുപാടിലായാലും ശരി, അയൽവാസിക്കായാലും ആർക്കെങ്കിലും തന്നെ അപകടകരമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളും മണി ഉണ്ടാകുന്നത് എങ്കിൽ ആ വ്യക്തിയെ അതിന് ചികിത്സയ്ക്ക് വിധേയനാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നതിന് വീട്ടുകാരെ പോലീസിൽ അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ പോലീസ് ആ വിവരം അന്വേഷിക്കുക, ആ പ്രദേശത്ത് അന്വേഷിച്ച് ഇദ്ദേഹം അപകടകാരിയാണോ, അതായത് സ്വയം അപകടകാരിയാണോ, മറ്റാളുകൾക്ക് അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ, അത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമൂഹ്യ ദ്രോഹത്തിൻ്റെ പരിച്ഛേദം അല്ലെങ്കിൽ സ്വഭാവം ഇയാൾക്കുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിർബന്ധമായിട്ടും ആ വീട്ടുകാരുടെ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സഹായത്തോടുകൂടി ആ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിരിക്കണം. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസിനകത്തൊക്കെ ബീറ്റ് പോലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംവിധാനം ഉണ്ടെന്നാണല്ലോ അപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരറിയണം, അല്ലെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇത് ചെയ്തിരിക്കണം. അത് അവിടെ ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി രണ്ടാമതിന് പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ ഈ 100ാമത്തെ ഈ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം പറയുന്നത് ഇങ്ങനെ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ മറ്റൊരു വ്യക്തിക്കോ ഇതേമാതിരി ഇയാൾ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തിയെ അത് അന്വേഷിച്ചതിന് ശേഷം റിപ്പോർട്ട് സഹിതം ഈ വ്യക്തിയെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് അത് പരിശോധിച്ച് പ്രാഥമികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനത്തിന് ശേഷം ആ വ്യക്തിയെ പോലീസിനോട് തന്നെ മെൻ്റൽ ആശുപത്രിയിൽ, ഗവൺമെൻറ് മെൻ്റൽ ആശുപത്രിയിൽ, പ്രൈവറ്റിൽ ചികിത്സിക്കണമെന്നില്ല, കാരണം അതിന് ആവശ്യമുണ്ട്. മറ്റേത് ഗവൺമെൻറ് സംവിധാനത്തിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനുള്ള നടപടി എടുക്കണമെന്നും ഉള്ള രീതിയിൽ അവിടുന്ന് അയച്ച് ആ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പോലീസിന് ബാധ്യതയുണ്ട്. അതല്ലാതെ
പോലീസിന് സ്വന്തമായ നിലയിൽ പണ്ടെന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ, പണ്ട് ഇയാൾ മാനസരോഗിയെന്ന് നാട്ടുകാർ പറയുന്നു പറഞ്ഞ് ഒഴിവാക്കാൻ യാതൊരു രീതിയില്ല. അത് ഏത് കേസായാലും ശരി, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് കോടതിയിൽ കൊടുക്കുമ്പോൾ കോടതിയിൽ ട്രയൽ നടക്കുന്ന അവസരത്തിൽ മാത്രമേ ഇതിൻ്റെ സംവിധാനത്തിന് കോടതിക്ക് പോലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഈ മാനസിക പ്രശ്നമാണെന്ന് കഴിഞ്ഞാൽ കോടതി റിമാൻഡിലുള്ള പ്രതിയാണെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്താനുള്ള ഉത്തരവാദിത്വം ജുഡീഷ്യറിക്ക് പോലുള്ളപ്പോൾ പോലീസിന് ഇങ്ങനെ പറയാൻ അധികാരമില്ല എന്നുള്ളത് ഇപ്പം തന്നെ ഏതായാലും ശ്രോതാക്കൾ പ്രേക്ഷകർക്കായുള്ള മനസ്സിലായിട്ടുണ്ടാവും. ഇത് അറിയില്ല എന്നാണ് പൊതുവെ എനിക്ക് തോന്നുന്നു. ഇന്ന് പലരും സംസാരിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഇതിൻ്റെ നടപടിക്രമം ഇല്ല എന്ന് പോലും, ഇങ്ങനെ വേറെ സംവിധാനങ്ങളില്ല എന്നൊക്കെ തെറ്റിദ്ധാരണയോടുകൂടി ചിലപ്പം ഇവിടുന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ്. അപ്പം ഒരാൾ കുറ്റം ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ കുറ്റത്തിനെ കുറ്റമായിട്ട് കാണാം. പോലീസിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസ് ആ പരാതി അവിടെ നിന്ന് പരിഹരിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളിൽ അദ്ദേഹത്തിനുണ്ട്. അതനുസരിച്ച് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം അത് ഒഴിവഴി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് ആലസ്യമാണ്, പോലീസിൽ ജോലിയിലെ ഔദ്യോഗിക കൃത്യത്തിനുണ്ട് വീഴ്ചയാണ്. ഈ നിയമ സംവിധാനത്തിൽ അതാണെന്ന് പറഞ്ഞ് പോലീസ് മാനുവലിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പോലീസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ലുണാറ്റിക് ആയിട്ടുള്ള ആളുകളോ മറ്റാൾക്ക് അപകടകാരിയായിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് പോലീസ് ആക്റ്റും സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമ സംവിധാനത്തിൽ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത്തെ സംഭവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, അതേ ഒരു ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, പരാതി കൊടുത്തായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ എന്തായാലും ശരി അതിന് കേസെടുക്കണം, അന്വേഷണം നടത്തണം. ശേഷം അത് മാനസിക രോഗി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു. മുൻവിധിയോടുകൂടി ഒരു കേസിലും ഒരു അഭിപ്രായം പോലീസ് പറയരുതായിരുന്നു. അത് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ്. അപ്പോൾ അത് തന്നെയുള്ള ഇതിന് അന്വേഷണം നടത്തിയതിന് ശേഷമാണ്, കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തിയതിന് ശേഷം മാത്രമേ ഇതിനകത്തൊരു തീരുമാനം ട്രയൽ ടൈമിൽ മാത്രമേ കോടതിക്ക് പോലും എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ സർട്ടിഫിക്കറ്റ് എടുക്കാനോ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കൊടുത്ത സർട്ടിഫിക്കറ്റിനെ ന്യായീകരിക്കാനോ യാതൊരു വിധമായ നിയമപരമായിട്ട് ഔദ്യോഗികമായ അധികാരമില്ല. അതുകൊണ്ട് 100% നിയമത്തിൻ്റെ വഴിക്കാണ് ഇത് പോകേണ്ടത്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്തായാലും ശരി, ഇപ്പം പോലീസ് മേധാവി തന്നെ അമ്പ് പറഞ്ഞതിൽ നിന്ന് വഴിയോട്ട് 2 കേസിലും പോലീസ് പിന്നോട്ട് പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിയമം അറിയാതെ ആദ്യം എന്തോ പറഞ്ഞുപോയി, പിന്നാണ് മനസ്സിലായി ഇത് തടിക്ക് പിടിക്കുമെന്ന് തോന്നി. അപ്പം പിന്നെ പതുക്കെ ഉരുണ്ട് കളിച്ച് അതങ്ങനെയല്ല അതിങ്ങനെയല്ല എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, ആ നിലപാടുകൾ തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. അത് ഒരു രീതിയിലും ഞാനത് ശരിയാണെന്ന് അംഗീകരിക്കില്ല, തെറ്റാണ് എന്ന് തന്നെയാണ് അത് അവരുടെ ഭാഗത്തെ വീഴ്ചയായിട്ട് കണക്കാക്കിയേ പറ്റൂ. ഓക്കെ ഡോക്ടർ മോഹൻ റോയ്, എന്തായാലും നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരാളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മനോരോഗിയാണെന്ന് പോലീസ് അങ്ങ് സ്ഥാപിക്കുക. അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ ഈ 2 ഇൻസിഡൻസിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സുഭാഷ് ബാബു സാർ പറഞ്ഞു, അത് പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ പാടില്ലായിരുന്നു, പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പോലീസ് പിന്നെ ഉരുണ്ട് കളിച്ചു. ഇതിപ്പോൾ പറയുന്നുണ്ട് അയാൾക്ക് മനോരോഗമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടക്കൊല നടത്തിയ ആളുകൾക്ക്. അപ്പോൾ നോക്കൂ, കസേര നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, പോലീസ് കൊണ്ടുപോകും. അല്ല, ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണ ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സിനിമകളിലൊക്കെ തന്നെ കാണുന്നത് നായകനോ അല്ലെങ്കിൽ വില്ലനോ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത്, എടാ നിന്നെ എന്ത് ചെയ്താലും, നിന്നെ കൊന്നാൽ പോലും എനിക്ക് കുഴപ്പമൊന്നും വരത്തില്ല, എനിക്ക് മാനസിക രോഗത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്ഥിരം നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു ഡയലോഗാണ് അത്. ഈ പൊതുജനം അത് കേട്ട് അവരുടെ ബോധം ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിയമ സംവിധാനത്തിലുള്ളവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോധ്യത്തിലേക്ക് എത്തിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ 84, 85 സെക്ഷനും പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 22 ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതായത്, മാനസിക രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി നിയമത്തിന് വിരുദ്ധമാണെന്നോ മനസ്സിലാകാൻ സാധിക്കാതെ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കുറ്റകൃത്യമെന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ല, നമ്മൾ ഈ പറയുന്ന ജെൻസെഡിനോ ഒക്കെ അറിയാത്ത പഴയ തളത്തിൽ ദിനേശനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. തളത്തിൽ ദിനേശൻ്റെ മാനസികാവസ്ഥ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ
പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് ഡെല്യൂഷണൽ ഡിസോർഡർ അഥവാ സംശയരോഗം. ഭാര്യയെ സംശയമായിരുന്നല്ലോ തളത്തിൽ ദിനേശൻ. ആ ചിത്രം കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. ഈ തളത്തിൽ ദിനേശൻ ഒരു ദിവസം റോഡിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. തളത്തിൽ ദിനേശൻ ഒരാളുമായി ഒരു വാക്തർക്കത്തിൽ ഏർപ്പെടുന്നു. തളത്തിൽ ദിനേശൻ അവിടെയുള്ള ഒരു വടിയെടുത്തോ അല്ലെങ്കിൽ ഒരു ചുടുകട്ട എടുത്തോ ഈ ആളെ തലയ്ക്കടിച്ചങ്ങ് കൊല്ലുന്നു. അപ്പോൾ തളത്തിൽ ദിനേശന് മാനസിക അസുഖമുണ്ടോ? ഉണ്ട്. തളത്തിൽ ദിനേശൻ മാനസിക രോഗത്തിൻ്റെ ചികിത്സയിലാണോ? ആണ്. തളത്തിൽ ദിനേശൻ കൊലപാതകം ചെയ്തു. ഇനി തളത്തിൽ ദിനേശന് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുകൊണ്ട് തളത്തിൽ ദിനേശനെ ശിക്ഷിക്കില്ലേ? നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും കോടതി ഇതുവരെ മാനസിക രോഗമുള്ളത് കൊണ്ടാണ് ഈ പ്രതിയെ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഒരു കേസ് പറയട്ടെ. ഒരു പക്ഷേ ഡോക്ടർക്ക് അറിയായിരിക്കാം. 2000 ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ പ്രമാദമായിട്ടുള്ളൊരു സംഭവം. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രക്കുളത്തിൽ അല്ലേ, ആ പോൺ കീപ്പറെ ചവിട്ടിക്കൊന്ന വ്യക്തി, അദ്ദേഹത്തിന് ഈ മനോരോഗിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. കേസുകളുണ്ടായിട്ടുണ്ട്. ലൈവ് ചർച്ചയിൽ പോയതും ഇക്കാലത്താണെങ്കിൽ അങ്ങ് എയറിലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ സംഭവമാണ്. നമ്മൾ രണ്ടുപേരും അക്കാലഘട്ടത്തിൽ 25 വർഷം മുമ്പ് നടന്നതാണ്. അങ്ങ് സൂര്യയിലുണ്ടായിരുന്നപ്പോഴും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിലും പല വിഷയങ്ങളെക്കുറിച്ചും സംബന്ധിച്ചിരുന്നു എന്നുള്ളതും നമ്മുടെ ഒരു സൗഹൃദം പുതുക്കാനുള്ളൊരു അവസരം കൂടിയാക്കി അങ്ങ് അതിനെ മാറ്റിയല്ലോ. നോക്കൂ, അപ്പോഴും മാനസിക രോഗമുണ്ടെങ്കിൽ ആ മാനസിക രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾ, അദ്ദേഹത്തിനാണ് ഈ മാനസിക രോഗത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ 2 കേസുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഒരു വ്യക്തിക്ക് മാനസിക രോഗം ഉണ്ടായിക്കോട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇപ്പം വിഷാദരോഗം മാനസിക രോഗം അല്ലേ? അതെ. ഉത്കണ്ഠാരോഗങ്ങൾ മാനസിക രോഗമല്ലേ? അതെ. നമ്മുടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഹലൂസിനേഷനോ, ശ്രദ്ധക്കുറവും പിരിപിരിപ്പ് രോഗങ്ങളും അതും മാനസിക രോഗമല്ലേ? അതെ. ഈ മാനസിക രോഗങ്ങളെല്ലാം ഉള്ളവർ പല OPയിലും ചികിത്സയ്ക്ക് വരുന്നുണ്ട്. നോക്കൂ, ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏതൊരു ജനസംഖ്യയിലും 20% പേർക്ക് മാനസിക രോഗമുണ്ടെന്നാണ്. നമ്മൾ ഒരു കല്യാണത്തിനോ ചടങ്ങിനോ പോകുമ്പം കേരളത്തിലെ ഒരു ശരാശരി കല്യാണത്തിന് 500 പേരുണ്ടെങ്കിൽ 100 മാനസിക പ്രശ്നമുള്ളവരുടെ ഇടയിലൂടെയാണ് നടക്കുന്നത്. നമ്മളൊക്കെ ആലോചിച്ചോളൂ. അത് ഈ ശ്രദ്ധക്കുറവും പിരപിരിപ്പും തൊട്ട് തീവ്ര മനോരോഗമായ ചിത്തഭ്രമം വരെ ആയിരിക്കാം. ഇവർ പല ഡോക്ടർമാരെയും കാണുന്നുണ്ടാവും. ചിലപ്പോൾ ഇവർക്കൊക്കെ ഈ രോഗാവസ്ഥ ഉണ്ട് എന്നുള്ളത് OP ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. സർട്ടിഫിക്കറ്റ് വേറെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ കോടതിയിൽ നിന്ന് എക്സംഷൻ കിട്ടുമെന്ന് നമ്മുടെ ജനങ്ങളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നേ? അല്ല, അപ്പോൾ അത് അറിയാത്തവരാണ് നമ്മുടെ പോലീസുകാർ. നിയമത്തെക്കുറിച്ച് ഏറ്റവും വലിയ ഗ്രാഹ്യം വേണ്ടത് പോലീസുകാർ. ഇവിടെയാണ് ഇതിലൊരു സംശയമുള്ളത്. കാരണം ഇന്നലെയൊക്കെ തന്നെ രാത്രിയിൽ ഈ വിഷയം, ഇപ്പോൾ ഏകദേശം 12ഓളം മണിക്കൂറായി ഈ വിഷയം നടന്നിട്ട്. ഈ 12 മണിക്കൂറിൽ ആദ്യമൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ, ഇപ്പോൾ സുഭാഷ് ബാബു സാർ ഉണ്ടായിരുന്ന അതേ ചാനലിൽ ഞാനും ഈ ചർച്ചയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കൗൺസിലറും ഒക്കെ തന്നെ സംസാരിച്ചൊരു കാര്യം, എന്തോ അങ്ങനെ ഈ അമ്മ ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതും അവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലിൽ സ്കൂളിലെ ഒരു കുഴപ്പക്കാരനായിരുന്നു, ഇദ്ദേഹത്തിന് IQ കുറവായതുമായി ബന്ധപ്പെട്ടാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഗാങ് ആക്ടിവിറ്റീസ്, MDMA ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. 2-3 കേസുകളുണ്ട്. അപ്പം ഏത് പ്രാവശ്യം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചാലും ഈ അമ്മ സർട്ടിഫിക്കറ്റുമായി കൊണ്ട് വരികയും അമ്മ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും അവിടുത്തെ കൗൺസിലറുടെ വാക്കുകളൊന്ന് കടമെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയാണ് ഇദ്ദേഹത്തെ ചീത്തയാക്കിയതെന്ന് വരെ കൗൺസിലർ ആ ചാനലിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മാനസികാരോഗ്യ പരിപാലന നിയമം 2017 പ്രാബല്യത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള റിവ്യൂ ബോർഡിൽ ഞാൻ അംഗവുമാണ്. അതിലെ സെക്ഷനുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും തൻ്റെ അധികാരപരിധിയിലുള്ള സ്ഥലത്ത് തനിക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവം സൃഷ്ടിക്കുന്ന ഏതൊരു വ്യക്തിയെയും കസ്റ്റഡിയിലെടുക്കാം, അടുത്തുള്ള സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം, മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചികിത്സയും പരിപാലനവും സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏജൻസി ചെയ്യണമെന്ന് നിയമപരമായി പറഞ്ഞിരിക്കുകയാണ് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ ഇനി അങ്ങ് പോട്ടെ, ഈ അമ്മ വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന് വെച്ചോളൂ, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫോളോ അപ്പ് നടത്തണ്ടേ? ഈ ഫോളോ അപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലേ? നമുക്ക് ജനമൈത്രിയുമായി ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പറയുന്നതനുസരിച്ചാണ് ഇദ്ദേഹം പ്രശ്നക്കാരനാണെന്നാണ് പൊതുവെ എല്ലാവർക്കും മനസ്സിലാവുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിലോ മറ്റോ അവിടുത്തെയുള്ള ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ആൾക്കാരും ഈ വിഷയം ഉന്നയിച്ചില്ലെങ്കിൽ എന്ത് നടപടിയാണ് എടുത്തത്? അത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം പറഞ്ഞ ആ വെർഷൻ അല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അതെ, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ്. പിന്നെ എന്തിനാ നേതാവ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതെന്നുള്ളതാണ്. നാട്ടിലെ പ്രശ്നം അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ശല്യക്കാരനെ കുറിച്ച് എന്തായാലും ആരെങ്കിലുമൊക്കെ പ്രാദേശിക നേതാക്കളോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അവിടെ ഏറ്റവും വലിയൊരു അപകടമുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയവും ജനത്തെ സംബന്ധിച്ചത് ജനാധിപത്യവുമാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടുത്തെ പൾസ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഇപ്പോൾ കുറച്ച് ദിവസമായി വരുന്ന കുറേ കണക്കുകളുണ്ട്. നമ്മുടെ ജനനനിരക്കിലുള്ള കുറവ്, യുവാക്കൾ നാടുവിടുന്നതിൻ്റെ കണക്ക്, അതൊക്കെ വെച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടേണ്ട ആൾക്കാരാണ് പൊതുപ്രവർത്തകരെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അവർക്ക് പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഈ സംവിധാനങ്ങൾ നോക്ക്, നമ്മുടെ ഒരു സാമൂഹികമായ ഒരു പരാജയമാണ് അതെന്ന് പറയുന്നവർ. ഈ സാമൂഹികമായ പരാജയത്തിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്നറിയാമോ? നാമൊക്കെ ഏറ്റവും സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം ഏതാ? നമ്മളൊക്കെ രാത്രി വരെ ജോലി ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വമുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു വീടിൻ്റെ മുന്നിലെത്തിയ ഒരു അക്രമി ഇത്രയും പ്രശ്നം ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ കൂളായി പോവുകയാണ്. 4 പേരെ തട്ടിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഭയചകിതരാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ അടുത്ത കാലത്തായി പൊതുവേ ക്രൈമുകൾ കൂടി വരുന്നുണ്ട്. ക്രൈം കൂടി വരുന്നതിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള പല വയലൻസ് അധിഷ്ഠിതമായ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വന്നൊരു സിനിമയിലൊക്കെ കണ്ട രംഗം, ഒരു ഗർഭിണിയോടും കുട്ടിയോടും കാണിക്കുന്ന രംഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് കണ്ടു വളരുന്ന ഒരു സമൂഹം ഇതിനെ നോർമലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ പൊതുവേ ഇപ്പം അങ്ങ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുമായിരിക്കും, ഡോക്ടറെ നിങ്ങളൊക്കെ എങ്ങനെ ഈ കാഷ്വാലിറ്റി നിൽക്കുന്നത്? ഈ ചോരയിൽ കുളിച്ച ശരീരങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊന്നും തോന്നില്ലേ? ഞാനൊരു പോലീസ് മനോരോഗ ചികിത്സാ വിദഗ്ധൻ എൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വെസ്റ്റേൺ പോലീസ് സർജനായി ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സ് മരവിക്കില്ലേ എന്നുള്ളത്. അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമൊന്നാണ്. എത്രയാണെങ്കിലും റിപ്പീറ്റഡായി നിങ്ങൾ വയലൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള രംഗങ്ങൾ കൃത്യമായി യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ, ഇപ്പോൾ സെൻസറിങ് നമുക്കറിയാമല്ലോ, തിയേറ്ററിലാണല്ലോ. ഇപ്പോഴുള്ള കുട്ടികളിൽ എത്ര പേരാണ് തിയേറ്ററിൽ കാണാൻ പോകുന്നത്? കുട്ടികളുടെ മൊബൈൽ ഫോണുകളിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്താണ്? ഗുരുമൂർത്തി സാറ് പറഞ്ഞ പോലെ ഇതിലെ ചർച്ചകളൊക്കെ നടത്തുന്നത് കണ്ടാൽ നമുക്കറിയില്ല. ഈ അടുത്ത കാലത്തിൻ്റെ മുന്നിൽ ഞാൻ അറിയാൻ ഇടവന്ന ഒരു കേസെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സുഹൃത്തുക്കളുടെയും കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും ഒക്കെ സാധാരണ ഫോട്ടോകളാണ് കേട്ടോ. ഇപ്പം അങ്ങയുടെയും എൻ്റെയും ഉൾപ്പെടെയൊക്കെ ഇതിൽ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ലേ. ഇത്തരം ഫോട്ടോകൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്നു. ആ പ്ലാറ്റ്ഫോമിൽ അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഫാൻറ്റസി, വൈൽഡസ്റ്റ്, അത് എന്തൊക്കെയാണ് എഴുതി. എനിക്ക് 1-2 സ്ക്രീൻഷോട്ടുകൾ എൻ്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എനിക്കൊന്ന് കാണാനിടയെ. അതിൽ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകളൊക്കെ അതായത് തൻ്റെ സുഹൃത്തിനെ പറ്റി, ആൺ സുഹൃത്തിനെ പറ്റി, പെൺ സുഹൃത്തിനെ പറ്റി ഇത്തരം വൾഗറായ വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നത് കണ്ടുകൊണ്ട് ഒരാത്മരതി അടയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വരെ വ്യാപകമായിരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ അവിടെ എവിടെയാണെന്ന് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പല ആൾക്കാരും ഇതിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വയലൻസ് നോർമലൈസ് ചെയ്തിട്ടുള്ള, തുടർച്ചയായി വയലൻസ് കാണുന്ന ഒരു സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്, അത് ജാഗരൂകരായിരിക്കേണ്ട സംവിധാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളാവട്ടെ, നിയമം നടപ്പാക്കുന്ന സംവിധാനങ്ങളാകട്ടെ, ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരാകട്ടെ, അവരുടെ എല്ലാം കൂടിയുള്ള ഒരു പൂർണ്ണമായ ഒരു സിസ്റ്റം ഫെയിലിയർ എന്ന് തന്നെ പറയേണ്ട തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത്, ഈ ജനുവരി 1 മുതൽ ഇങ്ങോട്ട് വന്ന, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഈ ക്രൈം റേറ്റ്, ജനുവരി 1 തന്നെ നമുക്കറിയാമല്ലോ, ഒരു 15-16 വയസ്സുള്ള 2 കുട്ടികൾ ഒരു മുതിർന്ന ആളിനെ കുത്തിക്കൊന്ന ഒരു ഇതുമായിട്ടാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. അതോടൊപ്പം ഇന്ന് രാവിലെ വന്ന പാലയിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയധികം വയലൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ഇത് വലിയ ഒരു വാണിംഗായി എടുക്കണം. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയാമോ എന്നെനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ തന്നെ ഇതൊരു അപകടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ സമനില തെറ്റുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഡോക്ടർ ജയരാജ്, എന്തായാലും ഈ പറഞ്ഞ 2 സംഭവങ്ങളിലും പോലീസ് തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ കൂട്ടക്കൊലപാതകം ഒഴിവാക്കാം ആയിരുന്നു. മാത്രമല്ല, ഗുരുവായൂരിലവനെ അടികിട്ടാത്തതിൻ്റെ കുറവാണ് അത്.
അപ്പോൾ നോക്കൂ, ഈ സൈക്കോളജിസ്റ്റുകളും അതുപോലെ സൈക്യാട്രിസ്റ്റുകളൊക്കെ അവരുടെ പണി ചെയ്തോളും. കേരള പോലീസ് അതുകൂടെ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് പോലീസിലൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരാൾ മാത്രമേ ഉള്ളൂ എൻറ്റയർ കേരള സ്റ്റേറ്റിന്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരാളുണ്ട്. മുമ്പുണ്ടായിരുന്ന ആൾ റിട്ടയർ ആയതിനു ശേഷം പുതിയ ഒരാൾ നിയമിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാം. അദ്ദേഹത്തിന് എത്രമാത്രം എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി അതല്ല. പോലീസിൻ്റെ ഡ്യൂട്ടി നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടി അവർക്ക് സൈക്കാട്രിക് ഇൽനെസ്സസ് ഉണ്ടോ എന്ന് സർട്ടിഫൈ ചെയ്യലല്ല. അതിന് വേറെ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അവർക്കങ്ങനെ ഇങ്ങനെ ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ് നടക്കുന്ന കാര്യമല്ല. അതവർ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതൊരു ശരിയായ പ്രവണതയുമല്ല. അത് തുറന്ന് സമ്മതിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് സത്യം തന്നെയുമാണ്. പക്ഷേ ഈ നമ്മളിപ്പോൾ ഒരു വിരൽ നമ്മൾ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരലുകൾ നമ്മുടെ നേർക്ക് തന്നെ ചൂണ്ടുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് സമൂഹത്തിലുള്ള അംഗമെന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇതിനുള്ള ഉത്തരവാദിത്തമല്ലേ ഇത്തരം കാര്യങ്ങൾ. ഉദാഹരണത്തിന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെ കാര്യം, അവിടുത്തെ ജനപ്രതിനിധികളുടെ കാര്യം, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ കാര്യം, അവരുടെ മറ്റുള്ള അധ്യാപകരുടെ കാര്യം, അവിടെയുള്ള പൊതുകാര്യ പ്രസക്തരായിട്ടുള്ള ആളുകളുടെ കാര്യം, റിട്ടയർ ചെയ്ത ആളുകളുടെ കാര്യം, മുതിർന്ന പൗരന്മാരുടെ കാര്യം, ഇവരെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം കാണുന്നതല്ലേ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ സ്ഥലം നടന്നത് എത്ര സിറ്റിയിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സിറ്റിയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ 2 സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഒന്ന് പൂജപ്പുര ശരിക്കും സിറ്റി തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു വീട്ടിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ലൈറ്റ് അണയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വേറൊരു വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒരിക്കലൊരു റീറ്റെയിനിങ് വാൾ അവിടെ ഇടിഞ്ഞു വീണപ്പോൾ ഒരു കുട്ടിയും പിന്നെ ഒരാളും ഒരു ഫ്രിഡ്ജിൻ്റെ അടിയിൽ പെട്ടുപോയി. അന്ന് രാത്രി ഈ ശബ്ദം കേട്ട് ട്രാൻസ്ഫോമർ അടിച്ചു പോയതാണ്. ശബ്ദം കേട്ട് ഞാൻ വെളിയിലിറങ്ങി ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടക്കുകയാണ്. ഇതിനകത്ത് ആളുകൾ കിടക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങിയില്ല. ഞാനും പിന്നെ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ ഞാൻ വിളിച്ചുണർത്തി. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നാട്ടുകാരോട് ചോദിച്ചാൽ പത്രക്കാരൻ ടി വിക്കാരൊക്കെ വന്നപ്പോൾ എല്ലാവരും നാട്ടുകാരെല്ലാം എത്തി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ നാട്ടുകാരല്ല, അവർ വരുത്തരാണ്, അവരിവിടെ വന്ന് താമസിക്കുന്നതാണ്, അവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് എന്നൊക്കെ ഓരോ ന്യായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എത്രമാത്രമാണ് മനുഷ്യൻ അങ്ങനെ തന്നിലേക്ക് തന്നെ ചുരുങ്ങി. നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? നീ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നേരെ ഇങ്ങ് വീട്ടിൽ വരണം. അവർക്ക് പൊതു കളിസ്ഥലങ്ങളില്ല. ഇപ്പോൾ പിന്നെ അല്ലാതുള്ള ടർഫുകളിലൊക്കെ പോയി കുട്ടികൾ കളിക്കുന്നുണ്ട്. അവിടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. അവർക്ക് വളരെ സുരക്ഷിതമായി നിൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് വീഡിയോ ഗെയിം കളിക്കാം, നിനക്ക് കമ്പ്യൂട്ടറുണ്ട്, നിനക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്. പക്ഷേ പുറത്തിറങ്ങി സഹകരിക്കുന്നതിനേക്കാളും എത്രയോ അപകടകരമാണ് ഈ വീട്ടിനകത്ത് കിട്ടുന്ന ഈ ഇൻ്റർനെറ്റിനകത്തൂടെ വരുന്ന സാധനങ്ങളെന്നുള്ള കാര്യം രക്ഷിതാക്കൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ ഒരു കാലത്ത് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് മുതിർന്നവർക്ക് തന്നെ അറിയില്ല. അപ്പോഴാണ് കുട്ടികളെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അത്രയും പെട്ടെന്നാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ AI ഒക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ പല തലങ്ങളിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്ത് വേണമെങ്കിലും സൃഷ്ടിച്ചു വിടാൻ പറ്റുന്ന, നമ്മൾ ഭസ്മാസുരൻ എന്നൊക്കെ പറഞ്ഞ കണക്കോലെ ഒരു സൃഷ്ടിച്ചു വിട്ട ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ, ഈ വയലൻ്റായിട്ടുള്ള സാധനങ്ങൾ മുമ്പ് കഥകളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മൂമ്മയുടെ കൂടെ പോകുമ്പോഴൊക്കെ ചില കഥകളികൾ കാണുമ്പോൾ ഗർഭിണികളും കുട്ടികളും ഈ കഥകളി കാണരുതെന്ന് പറയും. അപ്പോൾ നിലവിളക്കിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും നമ്മൾ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ദുശാസന വധവും അല്ലെങ്കിൽ ഹിരണ്യകശുവിൻ്റെ വധവും ഒക്കെ കാണുമ്പോൾ ഈ തുണിയാണ് വലിച്ചെടുക്കുന്നതെങ്കിലും നമുക്കത് വളരെ ആ ചെണ്ടയുടെ താളമൊക്കെ മുറുകുമ്പോൾ വളരെ ഭീതിതമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പലപ്പോഴും അത് കണ്ട് പേടിച്ച് ഞാൻ ഓടിയിട്ടുണ്ട്. കാര്യം അപ്പം ഇത് ലൈവായിട്ട് കാണുന്ന, അത് കഥകളിയിൽ അരണ്ട വെളിച്ചത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അന്ന് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾ കാണരുതെന്നും. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ലൈവായിട്ടും യഥാർത്ഥ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ അത്തരത്തിലുള്ള സൈറ്റുകളുണ്ട്. ഡിസെക്ഷൻ നടത്തുന്നതിൻ്റെ സൈറ്റുകൾ, എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്, വെട്ടിമുറിക്കണമെന്നും തുണ്ടം ആക്കണമെന്നും, എങ്ങനെ വയലൻ്റ് ആവണമെന്നും, എങ്ങനെയൊക്കെ ആക്രമിക്കണമെന്നും, എന്തെല്ലാം ആക്രമണ മാർഗങ്ങളുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പലതരം സൈറ്റുകളിൽ കുട്ടികൾ പോയി അഭിരമിക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഈ പയ്യൻ്റെ കാര്യം കേട്ടില്ല, നന്ദാവനം പോലീസ് ക്യാമ്പിൻ്റെ അടുത്ത് അവൻ ഇൻ്റർനെറ്റ് വഴി ഓർഡർ ചെയ്തിട്ടാണ് അവൻ്റെ അച്ഛനെയും സഹോദരിയും അമ്മയൊക്കെ തീ കത്തിച്ച് കൊന്നത്. പൂജപ്പുര ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ കേൾക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വളരെ കേഡലിൻ്റെ കേസ്
കേടലിൻ്റെ കേസ്, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ ഒരുപാടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഒരുപാടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ വളരെ കൂടുതലായിരിക്കും, റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെക്കാളും കൂടുതലായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ. ഇത്രയൊക്കെ നിയമ സംവിധാനങ്ങളുണ്ടെങ്കിലും പൊതുജനം ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഒരു സമൂഹമായിട്ട് ജനസമൂഹമായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ശ്രീധരൻ നമ്പൂതിരി നടന്നു വിടുക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അബ്ദുള്ള അടുപ്പിൽ തുപ്പുന്ന കാര്യമല്ല നമ്മൾ പറയേണ്ടുന്നത്. ആ രീതിയിലല്ല അതിനെ നോക്കി കാണേണ്ടുന്നത്. കേരളത്തെ ജനസമൂഹം എന്നുള്ള രീതിയിൽ ഒറ്റ ഇതായിട്ട് കാണുക. അത് റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയിൽ അതേ അർത്ഥത്തിൽ വരുന്നൊരു വരിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്തത്. അപ്പോൾ അവരെങ്ങനെ ചെയ്യുന്നതോ ഇവരിങ്ങനെ ചെയ്യുന്നതോ ഇവരായിരുന്നെങ്കിൽ എങ്ങനെ, അതല്ലല്ലോ നമ്മുടെ വിഷയം, അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ഒരു സമൂഹമായിട്ട് നിന്നിട്ട്, ശക്തമായൊരു സമൂഹമായിട്ട് വന്നിട്ട് നമ്മളുടെ മാനസിക ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുക, നമ്മളുടെ കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കുക, അവരെ നല്ല വഴിക്ക് എങ്ങനെ നയിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച്. പക്ഷേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ക്രിമിനലുകളെ വെള്ളപൂശുന്ന സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എന്തായാലും പ്രതികരിക്കണ്ടേ? പ്രതികരിച്ചു പോവും. നമുക്കത് മാറ്റി നിർത്താൻ പറ്റുമോ ഡോക്ടർ ജയരാജ്? ഈ രണ്ട് തീർച്ചയായിട്ടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് പോലീസാണ് എത്തിച്ചേരുക വിത്തൗട്ട് കൺസൾട്ടിങ് ഏത് എനിബഡി. ക്രിമിനലുകൾ അത് അവരൊരു ഫേസ് സേവിങ് ആയിട്ടുള്ള ഒരു എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ നാളെ എന്ത് തോന്നിയാസം വേണം കാണിച്ചോ, നിങ്ങൾക്ക് മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരും എന്നല്ലേ? അങ്ങനെയല്ല, ഈ കേസെല്ലാം കോടതിയിൽ പോകുമല്ലോ, കോടതിയിൽ ഇരിപ്പുണ്ടല്ലോ, ഉന്നത നിയമപീഠവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാരെ എല്ലാം ഗ്രില്ല് ചെയ്യാൻ വളരെ നന്നായിട്ട്, അതിന് നമ്മൾ നേരത്തെ കണ്ടാണല്ലോ പല കേസിലും. ശേഷം നടക്കുന്നതല്ലേ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഇത് കോടതിയിൽ കേസെത്തുന്നതും അതുപോലെ വിചാരണ ചെയ്യപ്പെടുന്നതും ഒക്കെ. ഒരു കാര്യം പറയാലോ, ഇപ്പൊ ഉദാഹരണത്തിന് അതല്ല, ഇത് ഈ കേസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഉദാഹരണത്തിന് രണ്ട് സെലിബ്രിറ്റികൾ തമ്മിലുള്ള ഒരു കേസിനകത്ത് കോടതി അന്നേരം തന്നെ വിളിച്ചു വരുത്തി, അന്നേരം തന്നെ സീനിയർ അഭിഭാഷകനെ അവസാനം ഉച്ച കഴിഞ്ഞ് സീനിയർ അഭിഭാഷകൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് ജൂനിയേഴ്സിനായിട്ട് ഗ്രില്ല് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ നിലവിലുണ്ട്, അതിനകത്ത് ഫ്ലോസ് ഉണ്ട്, ഇല്ലാന്നൊന്നും ഫുൾ പ്രൂഫാണ്, 100% ഫുൾ പ്രൂഫ് ആണെന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. ഒരു സൊസൈറ്റിയിലും അങ്ങനെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു പോലീസിങ് സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ പോലീസിങ്ങിന് മാത്രം ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമൂഹത്തിനും അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, എൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനോട് ചെയ്യണമെന്ന ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായി നടപ്പാക്കുന്ന ആളാണോ, അതോ ഇതെല്ലാം കണ്ടിട്ട് കാണാതെ പോയാൽ അവിടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്ന ആളാണോ എന്നൊക്കെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രതിക്രിയകൾ ചെയ്യാതെ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു അലാമിംഗ് റേറ്റിലാണ് ഇങ്ങനെ പോകുന്നത്. ഒന്ന്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ആൽക്കഹോൾ അബ്യൂസിന്റെ കാര്യത്തിൽ പഞ്ചാബ് ആയിരുന്നു നമ്പർ 1 എങ്കിൽ കേരളം ഇപ്പോൾ നമ്പർ 1 ആയി നിൽക്കുകയാണ്. ഡ്രഗ് അബ്യൂസിന്റെ കാര്യത്തിൽ പഞ്ചാബാണ് നമ്പർ 1 എങ്കിൽ ഇപ്പൊ നമ്പർ 1 സ്റ്റാറ്റസ് എത്താൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കെമിക്കൽ ഡ്രഗ്സ് വളരെ ധാരാളമായി നമ്മൾ കേട്ടിട്ടില്ലാത്ത പല സാധനങ്ങളും MDMA ഒക്കെ കോമൺ ആണെങ്കിലും അതല്ലാതെ വേറെ കല്ല് പൊടിച്ച് വലിക്കുന്നോ അല്ല, അത് വേറെ നമ്പർ 1ന്റെ കാര്യമാണ്. നെഗറ്റിവിറ്റിയിലെ നമ്പർ 1ന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പോസിറ്റീവ് സൈഡ്സ് ഒത്തിരി ഉണ്ട്. ഒരു സൊസൈറ്റിയിലാകുമ്പോഴത്തേക്കും അതിനകത്ത് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നെഗറ്റീവ് സൈഡ്സിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. പോസിറ്റീവ് സൈഡ്സ് ഇല്ല, നെഗറ്റീവ് ഉള്ളതിനെ കൂടെ റെക്ടിഫൈ ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് സമൂഹമായിട്ട് മാറാം. ആൾ കാവലാൾ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടുകയാണ്, വല്ലതും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ യൂത്ത് മൊത്തം തലതിരിഞ്ഞ് പോവുകയാണ്, വഴിതെറ്റി പോവുകയാണ്, അവരുടെ സമനില തെറ്റിപ്പോയിരിക്കുകയാണ്. അവരെയൊക്കെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരേണ്ട ഒരാൾ അതൊട്ട് ചെയ്യുന്നുമില്ല. അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അത് ചെയ്യുന്നുമില്ല. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ അനാസ്ഥ, പോലീസിൻ്റെ അനാസ്ഥയാണല്ലോ ഈ 2 ഇൻസിഡൻറ്റിലും ഉണ്ടായിരിക്കുന്നത്. അത് സുഭാഷ് ബാബു സാർ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഇതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. ചുരുക്കിയല്ല, വിശാല അർത്ഥത്തിൽ തന്നെയാണ്. നിയമ സംവിധാനത്തിന്റെ കുറവാണ്, അല്ലെ പോലീസിങ്ങിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് അതിനെ ന്യൂനീകരിച്ച് കാണരുത്. അങ്ങനെ ന്യൂനീകരിച്ച് കാണരുത്. എല്ലാ കാര്യങ്ങളും പോലീസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും പോലീസ് നടപ്പിലാക്കും, എല്ലാ കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് ചെയ്യും. ജയരാജ് ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ ചേന്നമംഗലത്ത് ഇയാളൊരു സ്ഥിരം ലിമിറ്റേഷൻസ് ഉണ്ട്. ചേന്നമംഗലത്ത് കൂട്ടക്കൊല നടത്തിയ ആൾ സ്ഥിരം ശല്യക്കാരനാണ് എന്ന് പലവട്ടം പരാതി കൊടുത്തിട്ടും പോലീസ് എന്ത് ചെയ്തു? കഴിഞ്ഞ 2 വർഷമായിട്ട് അയാൾ നാട്ടിലില്ലായിരുന്നു എന്നുള്ള വാസ്തവം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം.
അയാൾ സ്ഥിരമായിട്ട് അവിടെ പുള്ളി ആയിരുന്നെങ്കിൽ ആദ്യത്തെ 1-2 തെറ്റാണത്, വാണിംഗ് കൊടുത്തതിന് തെറ്റാണത്. ശേഷം തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തേനെ. ആരെങ്കിലും ഒരാൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് അയാള് പോലും നാട്ടിൽ വന്നു കൊടുക്കാതെ പോകുന്ന ആളാണ്. പോലീസിന് ആക്ഷൻ അയാളെ എടുക്കാൻ പേടിച്ചിട്ടാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. കോർട്ട് പറയാതെ എടുക്കാൻ ദയവ് പറ്റില്ല. ചെയ്ത് ദയവ് ചെയ്ത് അയാളെ വെള്ളപൂശരുത് അത് ഡോക്ടർ ജയരാജ്. ആ കാലത്ത് സ്ഥാപിച്ചതാണ്. യെസ് ഞാൻ പറയാം. അയാളെ വെള്ളം ഊശുന്നല്ല, അയാൾ 2 വർഷമായിട്ട് അവിടെ ഇല്ലായിരുന്നു. ഇല്ല അതിനുശേഷം അയാൾ വന്നിട്ടാണ് ഈ അക്രമം ഉണ്ടാക്കുന്നത്. അതൊന്നും ഒരു കാരണമല്ല. പോലീസ് ഇടപെടേണ്ടതുപോലെ ഇടപെടുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അയാൾ ബാംഗ്ലൂരിലേക്ക് വിദ്യാസാഗർ ഗുരുമൂർത്തി നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്തു. ഇപ്പം കേരളത്തിൻ്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമുക്കൊരു ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ആര് ഇനിഷ്യേറ്റീവ് എടുക്കണം? ഇതിന്റെ പ്രോബ്ലം ഫാമിലിയിലാണ്, കൗടുംബികമാണ്. പോലീസ് സിസ്റ്റത്തിന് കുടുംബങ്ങളുടെ അകത്ത് പ്രവേശനമില്ലല്ലോ. പോലീസ് സിസ്റ്റം വരുന്ന എപ്പോഴും സെക്കൻഡറി ആയിട്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തുമാണ്. കുടുംബങ്ങളിലാണ് സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായ മൂല്യബോധനം വേണ്ടത്. മാത്രമല്ല, ഈ വൈഫൈ ഒക്കെ നിരന്തരം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ കാണുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനുമില്ല. ഈ രാജ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ പലത് കെട്ടാവുന്നുണ്ടോ? ഇല്ല പറഞ്ഞോ കേൾക്കുന്നുണ്ട്. അതായത് ഈ രാജ്യം തന്നെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു നിയമ നടപടി എടുക്കുന്നില്ല. നമ്മുടെ കേരള പോലീസ് മാത്രമല്ല അതിൽ ഉത്തരവാദി. ഞാൻ ഉദാഹരണം പറയാം. ഗെയിമിംഗ് സൈറ്റുകളുടെ ഉപസൈറ്റുകളായിട്ടുള്ള സ്റ്റീം, ഡിസ്കോഡ്, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഇന്ററാക്ഷനുള്ള റെഡിറ്റ്, അതുപോലെ തന്നെയുള്ള പിന്നെ നമ്മുടെ പല ആയിരക്കണക്കിനുണ്ട് ഡേറ്റിംഗ് സൈറ്റുകൾ. ഇതിലൊക്കെ എന്ത് നിയന്ത്രണമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ബ്യൂറോക്കൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ തുലോം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. 5ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി, ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്ത കേസാണ്. 5ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി കാനിബാലിസത്തിനെ പറ്റി റെഡിറ്റിൽ സെർച്ച് ചെയ്താൽ അവന് പല മറുപടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖമില്ലാത്ത തെമ്മാടികൾ, മുഖമില്ലാത്ത ക്രിമിനൽസ് അയച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് പഠിച്ച് പുറത്തേക്ക് വരുന്നൊരു കുട്ടി, അച്ഛനമ്മമാരൊക്കെ തനി നിസ്സാരന്മാരാണ് അവർക്ക്. എങ്ങനെ ഹൗ ടു കിൽ എ പേഴ്സൺ യു ഡോണ്ട് ലൈക്ക്, ഹൗ ടു ഫിനിഷ് സംബഡി സീക്രറ്റ്ലി ആൻഡ് എസ്കേപ്പ് ഫ്രം പണിഷ്മെന്റ്, ഇതൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാലും റെഡിറ്റ് അതിന്റെ ഏറ്റവും കിരാതമായ കരാളമായ ഉത്തരങ്ങൾ കൊടുക്കുന്ന ഒരു സൈറ്റാണ്. എന്ത് ചോദിക്കും. ഈ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ യാതൊരു നിയന്ത്രണവും അതിന്റെ മേലില്ല. ഒരു ആക്സസും നിഷേധിക്കപ്പെടുന്നില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ ഗെയിമിംഗ് സൈറ്റുകൾ. ചൈന നിർമ്മിച്ചത്, അമേരിക്ക നിർമ്മിച്ചത്, ജപ്പാൻ നിർമ്മിച്ചത്, ഇങ്ങനെ ഗെയിമിംഗ് സൈറ്റുകളുടെ വർധനവോടുകൂടി കുട്ടികൾ ഫാമിലിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ 0.001% ആയി. ആ 1% എന്താ അറിയോ? ഭക്ഷണമായോ? ഇത് മാത്രമാണ്. വിശക്കുമല്ലോ, മനുഷ്യനാണല്ലോ. റോബോട്ടിനെ പോലെ പെരുമാറുന്നെങ്കിലും മനുഷ്യനാണല്ലോ. തിന്നാൻ വല്ലതും ഉണ്ടാക്കിയോ? അപ്പം പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വന്നിരുന്നു അമ്മമാരെ പറ്റി. ചിരവിത്തീരുന്ന മാംസപിണ്ഡങ്ങളും അടുക്കള ജോലി ചെയ്ത് തീരുകയാണ് അവർ. ഒരു ഇന്ററാക്ഷനും കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. നമ്മുടെ വിശ്വവിഖ്യാതയായ പോയറ്റസ് കമലാദാസ് നമ്മുടെ മാധവിക്കുട്ടി, ഞാനൊക്കെ കോളേജിൽ പഠിച്ച കവിതയാണത്. മിഡിൽ ഏജ് എന്നൊരു അങ്ങ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. മിഡിൽ ഏജ് എന്ന കവിത എന്താണ് അഡ്രസ് ചെയ്യുന്നത്? അതായത് മകൻ ടീനേജ് ആയി കഴിഞ്ഞാൽ മകൻ 100-ൽ നിന്ന് 1% അവന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുന്നു സ്വയം. അവന് പിന്നെ കൂട്ടുകാരാണ് അവന്റെ ലോകം. മാത്രവുമല്ല, വീട്ടിൽ യാതൊന്നും ചർച്ച ചെയ്യുന്നില്ല, യാതൊന്നും സംസാരിക്കുന്നില്ല, റൂമിൽ കയറി അടയ്ക്കുന്നു. സ്വന്തം മുറി കൊടുക്കുമല്ലോ 15 വയസ്സ് കഴിഞ്ഞാൽ മിക്ക വീട്ടുകാർ. അപ്പൊ ആ വീട്ടിൽ ആ മുറിയിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ വിവിധ കേരളോ ഇന്ത്യയൊന്നുമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഖം കാണിക്കാത്ത ലക്ഷക്കണക്കിന് തെമ്മാടിക്കൂട്ടം രാത്രികളിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ കുട്ടി ഉറങ്ങാതിരുന്ന് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഈ ഗെയിം കളിക്കുകയും അതോടൊപ്പം തന്നെ മൊറാലിറ്റി എന്താണെന്ന് പോലും അറിയാത്ത കാനിബൽസുമായിട്ട് പോലും ചർച്ച ചെയ്യുന്ന സ്ഥിതി കേരളത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സഖാവ് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഷാഫി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സിദ്ധനെയും കൊണ്ടുപോയിട്ട് പിന്നെ മനുഷ്യക്കുരുതി നടത്തിയല്ലോ, ഓർക്കുന്നില്ലേ? ആ മനുഷ്യക്കുരുതി എനിക്ക് കേൾക്കാമോ? അതെ കേൾക്കാം, അറിയാം. ആ മനുഷ്യക്കുരുതി, അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തായിരുന്നു? ഭഗവൽദാസ് അല്ലേ? അതെ, ഭഗവൽദാസ്. ഭഗവൽദാസും ഭാര്യയും പത്തനംതിട്ട, പിന്നെ പത്തനംതിട്ടയിൽ ഒരു മുസ്ലിം സിദ്ധൻ ഷാഫി,
അവൻ ഇതുപോലെ മറ്റ് പല സ്ത്രീകളെയും കൊന്നിട്ട് ഭക്ഷിച്ചിട്ടുണ്ട്, കറി ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെയാണ് അക്കാലത്ത് വന്നത്. ഇതൊന്നും ഇനി ഒരു അത്ഭുതമല്ലാതെ മാറും. ഇതിൽ കുട്ടി ക്രിമിനലുകൾ ഇനിയുള്ള കാലത്ത് സഖാക്കന്മാരായിരിക്കില്ല, കുട്ടി ക്രിമിനൽസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുക. കാരണം ഇത് എങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ചെയ്യാം വിതൗട്ട് ബീയിങ് കോട്ട്. അപ്പൊ പിടിക്കപ്പെടാതെ ഈ ക്രൈമുകൾ എങ്ങനെ ചെയ്യാം? മറ്റുള്ളവന്റെ നേരത്തെ ജയരാജ് സാറാണോ മറ്റേ ഡോക്ടറാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ ഡൈസെക്ഷൻ, ശരീരം കീറി മുറിക്കുന്നതൊക്കെ വീഡിയോയിലും സിനിമയിലും കാണാണ്. ഞാനിപ്പോ അനിൽജിയുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പാട്ട്, അത് അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവെച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾക്ക് അണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവക്ക് എല്ലാവരും ചൊല്ല്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലൊന്ന് എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ്, ഇല്ലുമിനാറ്റി അണ്ണൻ അതെ കേട്ടോളൂ. ഇത് പണ്ട് ഒരു SFIക്കാരന്റെ ശരാശരി SFIക്കാരന്റെ സ്വപ്നമായിരുന്നു ഈ ഒരു സൊസൈറ്റി. എന്താണ്? പേന കത്തി കൊണ്ട് വിദ്യാരംഭം. ശരിയാണല്ലോ. നിലമേൽ NSS കോളേജിൽ ഒരു KSUക്കാരന്റെ പുറത്ത് ഒരു പേന കത്തി കൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. എനിക്കറിയാം അങ്ങയുടെ ശബ്ദം, ഞാൻ അങ്ങയുടെ ശബ്ദത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ചാപ്പ കുത്തിയത് പേന കത്തി കൊണ്ട് വിദ്യാരംഭം, കുത്ത് ഹരിശ്രീ. മനസ്സിലായി? കുത്തുന്നതാണ്, കത്തിയെടുത്ത് കുത്തുന്നതാണ് ഹരിശ്രീ കുറിക്കൽ. അല്ലാതെ ഹരിശ്രീ ഗണപതി ശംസീർ പറഞ്ഞ പോലെ അതൊക്കെ പഴഞ്ചനാണ്, അതിലൊന്നും മൂല്യമില്ലെന്നല്ലേ ഇവർ പറയുന്നത്. കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം, പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടി വെച്ച ഒരു അങ്കക്കലി, തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ച ഒരു ആട്ടപ്പുലി, ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത്. ഈ കവിത കേട്ടാൽ അണ്ണൻ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാത്ത ഒരാളായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് ഫഹദ് ഫാസിലെ പറ്റിയാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. വാളുകളുടെ നടുവിലൂടെ നടന്നു, ഞാൻ ആരെയും പേടിക്കാറില്ല, ഞാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോ മയങ്ങി വീണു എന്നൊക്കെയുള്ള വീരവാദങ്ങൾ ആയിട്ട് ഇത് വലിയ സാമ്യമുണ്ട്. ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഈ ക്രൗര്യം എഴുതി തീരാതെ എഴുതിയ കവിയുടെ പേര് വിനായക് ശശികുമാർ എന്നാണ്. അയാളെയാണ് ആദ്യം സൈക്കിയാട്രിസ്റ്റ് ചികിത്സിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ചോര കൊണ്ട് സോഡാ സർബത്ത് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ കാനിബലിസം അല്ലേ പ്രചരിപ്പിക്കുന്നത്? അതെ, തീർച്ചയായും. അതായത് മനുഷ്യ മാംസം ഞാനൊരു പറയുന്നത് ഭവിഷ്യവാണിയാണ്. മനുഷ്യ മാംസം തിന്നുന്നവരുടെ കാനിബലിസ്റ്റ് ഗ്രൂപ്പുകൾ ഗെയിം ഗ്രൂപ്പുകളിൽ ഡിസ്കോഡിലും മറ്റും സജീവമാണ്. അവർക്ക് അച്ഛനില്ല, അമ്മയെന്നില്ല, ഗുരുവെന്നില്ല, ഏട്ടനെന്നില്ല, അനിയനെന്നില്ല, സുഹൃത്തെന്നില്ല. എന്റെ കാര്യം സെൽഫ് സെന്റേർഡ് നാർസിസിസ്റ്റിക് സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാണ്. ഒറ്റയ്ക്കൊരു സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നിട്ട് മുഖം കാണിക്കാത്ത ആയിരക്കണക്കിന് പരമനാറികളോടും ക്രിമിനൽസിനോടും സംവദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മരതി, അത് നാർസിസിസ്റ്റിക് സൊസൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നവനായിരിക്കില്ല. അവൻ കരഞ്ഞാലെന്ത്, തല തല്ലിച്ചത്താലെന്ത്, അതൊന്നും ബാധിക്കില്ല. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ചുരുങ്ങുന്ന ജനതയെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ തലമുറകൾ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് മാറ്റാനുള്ള വഴി അങ്ങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും മൂല്യങ്ങൾ, പഴയ മൂല്യബോധങ്ങൾ, കത്തികൊണ്ട് ഹരിശ്രീ വരയ്ക്കുകയല്ല, ഹരിശ്രീ ഗണപതി എന്ന് എഴുതി പഴയ എഴുത്തച്ഛന്റെ സംസ്കാരത്തിൽ പോയാൽ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ. ഓക്കെ. യെസ്, സുഭാഷ് ബാബു സാർ, നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ? കാരണം ഇത്തരം സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നു, അത് നടപടി ഉണ്ടാവുന്നു, പക്ഷേ പിന്നെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഒരു മാറ്റവും ഇല്ലാതെ എവിടെ നമുക്ക് ഒരു അന്ത്യം കുറിക്കാനാവും ഇതിന്? നമ്മുടെ സിസ്റ്റമിക് ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിസ്റ്റത്തിൽ ഇന്നത് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ, ഇപ്പം നിങ്ങൾ ശ്രീ അനിൽ നമ്പ്യാരുടെ ചാനലിൽ പോലും നിങ്ങൾ പറയുന്നുണ്ട് റിപ്പോർട്ടർമാരോട് ഇന്ന രീതി ചെയ്യണം, ടെക്നീഷ്യന്മാരോട് ഇന്നത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടണമെന്നും അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്ന ഒരു സംവിധാനം മാത്രമേ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ സിസ്റ്റത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താല്പര്യമുള്ള വ്യക്തികളെ താല്പര്യ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും അവരുടെ ദുഷ്ചെയ്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം മാറുമ്പോഴാണ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് വിള്ളൽ വരുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും. അതിലുണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താ വേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് എന്ന് നിയമം വിവക്ഷിക്കുന്ന രീതിയിൽ ചെയ്യണം.
ചെയ്യാത്ത വ്യക്തിയെ അവരുടെ വീഴ്ചയായി പരിഗണിച്ച് ശക്തമായ രീതിയിൽ ചെയ്യിക്കാനുള്ള നിയന്ത്രണങ്ങൾ അതിൻ്റെ മുകളിൽ നിന്നുണ്ടാകണം. അതല്ലെങ്കിൽ എന്നിട്ടും കാര്യക്ഷമമല്ലെങ്കിൽ ഇവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതേപോലെ തന്നെ അച്ചടക്ക നടപടികൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും എടുത്തതിന് ശേഷം അവരെ നേർവഴിക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി നമുക്ക് പറയാം ആകസ്മികമാണെന്ന് പറയാം. അതേ സംഭവം മറ്റ് പല സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെയെല്ലാം നമ്മൾ ഒരേ രീതിയിൽ കാണുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാകുമ്പോൾ എങ്ങനെ മാറ്റം വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മാറ്റം വരണമെങ്കിൽ എപ്പോഴെങ്കിലും ഓരോ സംഭവങ്ങൾ നമ്മളിപ്പം ആകസ്മികമായിട്ടുണ്ടായതാണ്, ഇത് കരുതിക്കൂട്ടിയല്ല ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടയാകാതിരിക്കാനാണല്ലോ ഒറ്റപ്പെട്ട സംഭവത്തിന് ശക്തമായ നടപടി എടുക്കുന്നത്. ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഉണ്ടാകുന്ന ശക്തമായ നടപടിയിലൂടെ രണ്ടാമത് സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഈ സംഭവത്തിന് ഈ ആവർത്തിക്കപ്പെടുന്നതിൻ്റെയും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാര്യമെന്ന് ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഇത് ആർക്കെങ്കിലും വേണമെന്ന് വിചാരിക്കേണ്ട, ഇത് ആർക്കും വേണ്ട, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പൊക്കോട്ടെ, എങ്ങനെങ്കിലും ചെയ്താൽ മതി, ചെയ്തു കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിലും എന്നെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും സംവിധാനങ്ങളുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഈ നമ്മുടെ ഓരോ നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന് ഉണ്ടായി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വീഴ്ചയ്ക്ക് പണ്ട് നല്ല രീതിയിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി തുടങ്ങി ഏതെങ്കിലും സംഭവങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യപൂർവമായിട്ട് പല താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതിന് അപ്പുറത്തുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഡോക്ടർ മോഹൻ റോയ്, പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ കാണുന്നുണ്ടോ താങ്കൾ? അല്ല, നമുക്ക് കണ്ടല്ലേ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ ഒരു ജനന ലൈവ് ബർത്ത് നിരക്ക് 2011 2021 കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഏകദേശം 5,60,000 കുട്ടികൾ 2011 ജനിച്ചപ്പോൾ നമുക്ക് 3,40,000 കുട്ടികളൊക്കെ 2021 അത്രയ്ക്ക് കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനകം കേരളത്തിൽ യുവാക്കളും ചെറുപ്പക്കാരും ഇല്ലാത്തതിൻ്റെ അവസ്ഥ കണ്ടു തുടങ്ങും. നമ്മുടെ നാട്ടിൽ യുവാക്കളും ചെറുപ്പക്കാരും ഉണ്ടാവില്ല എന്നല്ല, അതൊക്കെ മറ്റ് സ്ഥലത്തു നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ തലമുറയെ നമുക്ക് മുന്നോട്ട് നീക്കാൻ സാധ്യത. ഇത് തലമുറ അല്ല കേട്ടോ, നമ്മളീ പറയുന്നത് പോലെ ഇപ്പോൾ ഇദ്ദേഹം ഒരു 28 വയസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ മില്ലനിയൽ ഗണത്തിൽ പെടുന്നവരാണ്. ഇതിൽ ഒരു ആബാലവൃദ്ധം ജനങ്ങളുടെയും ഇടയിലേക്ക് ഈ ലഹരി കൃത്യമായി ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പരിശോധിച്ചാലും ഡോക്ടറെ കൊന്ന കേസിലെ പ്രതിയുടെ കാര്യത്തിലാണെങ്കിലും കുടുംബ വഴക്കുകളുണ്ടായാലും അല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായാലും എന്തിലും ലഹരിയും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഒരു വലിയ പങ്ക് വഹിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ജാഗ്രത കൈവിടാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഡോക്ടറെ, ഈ തിരുവനന്തപുരത്ത് തന്നെ താങ്കൾക്കറിയാലോ, നഗരത്തിൽ തന്നെ എത്ര പോക്കറ്റ്സ് ഉണ്ട്. ഞാൻ എത്ര തവണ സിറ്റി പോലീസ് കമ്മീഷണറോടും മുൻ ADGP അജിത് കുമാറിനോടൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ ചെറിയ കുട്ടികളാണ് പുകവലിക്കുന്നത്. പുകവലി ഒളിച്ചിരുന്ന് വലിക്കുന്നത് പുക തന്നെ ആവണമെന്നില്ലല്ലോ, മറ്റേ കഞ്ചാവോ MDMA ഒക്കെ ആയിരിക്കാമല്ലോ. അത് പരസ്യമായിട്ടാണ്. അതിനായിട്ട് ചില ചായക്കടകൾ തുറന്നു വെച്ചിരിക്കുക രാത്രി 1 മണി വരെ. ഒരു നിയന്ത്രണവും ഇല്ല, പോലീസ് ഒരു നടപടിയെടുക്കുന്നില്ല. രണ്ട് വശമുണ്ട് ഇതിന്. ഇത് ഇത്തരത്തിൽ അനിയന്ത്രിതമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോഡലിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് കണ്ടുകൊണ്ടാണല്ലോ നമ്മുടെ പിന്നെയുള്ള ഒരു തലമുറ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലഹരിയുടെ ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളും മറ്റു വന്നതിനപ്പുറം ഇതൊരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ തന്നെ നമ്മൾ ഈ പാനലിലിരിക്കുന്ന 5 പേരും രാത്രിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിൽ ഉരച്ചിട്ട് പോവുകയും ചെയ്ത ഗ്ലാസ് താഴ്ത്തി ഒന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കതില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ അപകടകരമായ ഒരു രീതിയിലേക്കാണ്. അതോടൊപ്പം തന്നെ ഒരു സാമൂഹികമായി ഒരു മാറ്റം ഇതിൽ ഉണ്ടാവേണ്ടത്. കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ പലരും ഇദ്ദേഹം നേരത്തെ കുഴപ്പക്കാരനെന്ന് പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് കൃത്യമായി സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വാക്കിൽ ജനമൈത്രി എന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായിട്ടും പോലീസ് ഫോഴ്സിൻ്റെ എണ്ണം കുറവുമൊക്കെ അതിൻ്റെ ഒരു കാരണമായേക്കാം. പക്ഷേ എന്നിരുന്നാലും സമൂഹമെന്ന രീതിയിൽ നമ്മളും കൂടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് അവസാനം അല്ല, ഇന്ന് 1-2 പേര് എൻ്റെ ഫോണിലേക്ക് വിളിച്ചു, ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ നാട്ടിൽ ഇതുപോലെ ചേന്നമംഗലത്തെ ആ യുവാവുണ്ടല്ലോ കൂട്ടക്കൊല ചെയ്ത്, അതുപോലുള്ള സംഭവങ്ങളുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നടപടി എടുക്കുന്നില്ല. മാത്രമല്ല അവരെ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരാണ് സംരക്ഷിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപവും അവരുടെ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു പ്രാഥമികമായി ഇത്തരം ഇപ്പോൾ എന്തായാലും ഇതൊരു നമുക്കൊരു പാഠമായി. ഇപ്പം മനോരോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു, അതിനുശേഷം പിറ്റേന്നൊരു
9-10 മണിക്കൂറിന് ശേഷം അതില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറഞ്ഞ പക്ഷം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ ഒരു പ്രശ്നക്കാരുടെ ഒരു പട്ടിക ഉണ്ടാകണമല്ലോ. അതിൽ ഈ മനോരോഗമാണ് എന്ന ഒരു ആനുകൂല്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നേരെയെങ്കിലും ഒരു കൃത്യമായ ഒരു കോമ്പിങ് ഓപ്പറേഷൻ ഉൾപ്പെടെ ഒന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴുമുണ്ട്, ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ 9:30 അങ്ങയുടെ ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊരു വാർത്തയാവില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? എനിക്ക് അത് ഒരു സാധ്യതയായി തന്നെ. ഈ ചർച്ച അടക്കം തന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സംഭവിച്ചിട്ടുണ്ടാവും ഒരു കൊലപാതകം, അല്ലേ? കൊലപാതകങ്ങളില്ലാത്ത ദിവസങ്ങളില്ലല്ലോ. ഇപ്പം നോക്കൂ, ഈ 62 പേർ ചേർന്ന ഒരു പെൺകുട്ടിയെ, 13 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അതൊരു വാർത്തയല്ല. ഇന്നിപ്പം ഈ 3 പേരെ കൊലപ്പെടുത്തിയത് അതും ഒരു വാർത്തയില്ലാതായിരിക്കുന്നു. ആ മലയാളികൾ അങ്ങനെ ഒരു നിസ്സംഗാവസ്ഥയിലാണിപ്പോൾ, മരവിപ്പിലാണ്. ഇപ്പം ഇനിയിപ്പം 100 പേരെ കൂട്ടക്കൊല ചെയ്ത് കഴിഞ്ഞാലും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിലാണ് പോകുന്നത്. അതും ആ ഒരു മെൻ്റൽ സ്റ്റേറ്റും അത് മാറ്റിയെടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സംബന്ധിച്ചുള്ള ഈ വയലൻസിന് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമുണ്ടെന്നേ. കാരണം ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ ഈ വിഷയം മറ്റൊരു ചർച്ച കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം സംസാരിച്ച കുറച്ച് പേർ, പെൺമക്കളുള്ള കുറച്ചധികം അമ്മമാർ, കൗമാര പ്രായക്കാരായ പെൺകുട്ടികളുള്ള അമ്മമാർ പലപ്പോഴും പറയുന്നത് അവർക്കിത് കേട്ടതിന് ശേഷം 3-4 ദിവസം ഉറക്കമില്ലെന്നാണ്. അപ്പം അത്തരത്തിൽ ഉറക്കമില്ലാത്ത അമ്മമാർ, അച്ഛനുറങ്ങാത്ത വീടുകൾ, ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരു തലമുറ മുന്നോട്ട് പോകുന്നത് ഒട്ടും തന്നെ ആശാവഹമായി. കാരണം ഈ പറഞ്ഞ പോലെ കുട്ടികളുടെയൊക്കെ എണ്ണം തന്നെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. നമ്മുടെ കുട്ടികൾ പുറത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ പോയാലും ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരുടെ ഒരു വൈബ് പലയിടത്തും കാണുന്നുണ്ട്. അത് നല്ല കാര്യത്തിനുമുണ്ട്, അങ്ങ് സൂചിപ്പിച്ച പോലെ മറ്റു കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇവരെയൊക്കെ ഈ തെരുവീഥികളിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സംശയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. അതൊട്ടും തന്നെ ആശാവഹവുമായിരിക്കില്ല. ഓക്കെ, ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ചർച്ച അത് സംഘടിപ്പിക്കാൻ ഉള്ള ഒരു വേദി ഇല്ലാതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും കേരള എന്ന ട്രെയിൻ ഇപ്പോൾ പാളം തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാഷ്വാലിറ്റി കൂടും. അതുകൊണ്ട് ജാഗ്രത എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.